ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിപ്പോൾ ഞാൻ കുളി കഴിഞ്ഞിട്ട് ഇറങ്ങിയൊരു കോലാണ്. സോ ദിസ് വ്ലോഗ് ഈസ് ഓൾ അബൌട്ട് ആൻ ഐ സർജറി. എനിക്ക് തോന്നുന്നത് കുറേ നാളുകളായിട്ട് ഞാൻ ചെയ്യണം ചെറുപ്പം മുതൽ ഈ കണ്ണട വെക്കുന്ന ആൾക്കാർക്ക് അറിയാം. എനിക്ക് തോന്നുന്നത് 8th സ്റ്റാൻഡേർഡ് മുതൽ സ്പെക്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് തൊട്ട് സ്പെക്സ് വെക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഭയങ്കര നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഭംഗിയൊക്കെ ആയിട്ട് പോകുന്ന എല്ലാ സ്ഥലത്തും ഈ കണ്ണടയും കൂടി വെച്ച് കഴിയുമ്പോൾ ഭയങ്കര ഭംഗികേടായിരിക്കും. പിന്നെ എല്ലാവരും കളിയാക്കുക, പിന്നെ എല്ലാവരും കണ്ണട എടുത്തുകൊണ്ട് പോവാം. കണ്ണട ഇല്ലെങ്കിൽ നമുക്ക് കണ്ണ് കാണാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരികയും ചെയ്തു കുറേ നാൾ. അതായത് ഒരു കോളേജിലൊക്കെ പഠിക്കുമ്പോഴേക്കും നമ്മുടെ പവർ ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് സ്പെക്സ് ഇല്ലാതെ നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ താങ്ക്ഫുള്ളി അന്ന് നമുക്ക് ലെൻസ് എന്ന് പറഞ്ഞൊരു കോണ്ടാക്ട് ലെൻസ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്ക് ഞാൻ സ്പെക്സ് വെക്കുന്ന അറിയത്തില്ലായിരിക്കും. കാരണം ഞാൻ എപ്പോഴും കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതെപ്പോഴും കളർ ലെൻസുമാണ് യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെ വിചാരം എൻ്റെ ഗ്രേ കളറാണ് എന്നൊക്കെ ആയിരുന്നു. അതൊന്നുമല്ല, അതൊക്കെ ഫേക്കാണ്. അത് എനിക്ക് ഷോർട്ട് സൈറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ എപ്പോഴും പവറുള്ള ലെൻസ് യൂസ് ചെയ്യുന്നത്, സ്പെക്സ് വയ്ക്കാൻ മടിയായതുകൊണ്ട്. ഇപ്പോൾ എനിക്ക് 2 മാസമായിട്ട് സ്പെക്സ് യൂസ് ചെയ്യാൻ ലെൻസ് യൂസ് ചെയ്യാൻ പാടില്ല ഈ സർജറി ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതലേ എന്താ പറയുക, ഒരു കോളേജിൽ പഠിക്കുമ്പോൾ മുതലേ എനിക്ക് ഈ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമാണ്. ഇന്നും പെയിൻഫുൾ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പല പ്രശ്നങ്ങൾ ഉണ്ടാവായിരിക്കും. ബട്ട് സ്റ്റിൽ എനിക്ക് സ്പെക്സ് യൂസ് ചെയ്യേണ്ടല്ലോ, ഈ ലെൻസും എനിക്ക് അങ്ങനെ ആഗ്രഹം ഇല്ലാത്തൊരു സാധനമാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സർജറി ചെയ്യാലോ എന്നുള്ള ആഗ്രഹം കുറേ നാളായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 21 വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു സ്റ്റേബിൾ ആയിട്ടില്ല. അന്ന് 22 ആയപ്പോൾ അവർ പറഞ്ഞു സ്റ്റേബിൾ ആണ്, പക്ഷേ എങ്കിലും 22 വയസ്സല്ലായിട്ടുള്ളൂ, കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്ക്, ഞാനും സ്റ്റേബിൾ അല്ലെങ്കിലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ 23 കഴിഞ്ഞു, 24 ആയിട്ടില്ല. ഓക്കെ, അങ്ങനെ ഫൈനലി ഒരു 24 ആയിട്ടില്ലെങ്കിലും 23 ഏജൊക്കെ ആയപ്പോഴേക്കും ഞാൻ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ സർജറി ചെയ്യാമെന്നുള്ളത്. ബട്ട് അതിനകത്തും ഞാൻ 2-3 ഹോസ്പിറ്റൽസൊക്കെ പോയിട്ട് അവരൊക്കെ നോ പറഞ്ഞു. അങ്ങനെ പല സർജറീസ് കുറേ, അതായത് ലാസിക് സർജറി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട്. അതുപോലെ ഞാനിപ്പോൾ ചെയ്യാൻ പോണത്, അതിൻ്റെ പേര് ഞാൻ തന്നെ മറന്നുപോയി. എന്തായിരുന്നു എൻ്റെ പേര്, PNR അങ്ങനെ എന്തോ, ഞാൻ മറന്നുപോയി അതിൻ്റെ പേരെന്താണ്. PNR ഞാനിപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ള നമ്പറാണ്. എന്താ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഞാനത് പറയുന്നതാണ് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാണ്ട് പല ഈ പ്രൊസീജിയേഴ്സ് ഉണ്ട്, സ്മൈലുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ഈ സ്മൈലിനൊന്നും വേദനയില്ല. ഞാൻ ചെയ്യുന്നത് വേദനയുള്ള ഒരു ഇത്തിരി പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ട്രീറ്റ്മെൻറ്റ് ആണ് അത്. ഞാനിങ്ങനെ കണ്ടിന്യൂസ് യൂസ് ഓഫ് ലെൻസ് ആയതുകൊണ്ടാണ് എനിക്ക് ആ പ്രൊസീജിയർ ചെയ്യേണ്ടി വന്നത്. അപ്പം ഇനി എന്തൊക്കെയാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ആ സർജറി ചെയ്താൽ മതി എന്നായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ നാളെയാണ് ആ സർജറി ചെയ്യാൻ പോകുന്നത്. നാളെ ബാംഗ്ലൂർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഇവിടെ ആണെങ്കിലും പെയിൻഫുൾ ആയിരിക്കും, അവിടെ ആണെങ്കിലും സ്റ്റിൽ പെയിൻ ഉണ്ടാവും, ബട്ട് കുറച്ച് കുറവുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും കുറവെങ്കിൽ കുറച്ച് പെർസെൻറ്റേജ് കുറവേ ഉള്ളൂ. എന്നാലും അത് അത്രയും പെയിൻ എനിക്ക് എടുക്കാനുള്ള ഒരു ടോളറൻസ് എനിക്കില്ല. അപ്പം അതുകൊണ്ട് ഐ തോട്ട് ബാംഗ്ലൂർ പോയിട്ട് ചെയ്യാമെന്ന്. അവിടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് മെഷീൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബാംഗ്ലൂർ പോയിട്ടാണ് ഇത് ചെയ്യുന്നത്. നാളെ മോർണിംഗ് എനിക്ക് തോന്നുന്നു 5 ഒക്കെ ആകുമ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങും. 6:30 നമ്മുടെ ഫ്ലൈറ്റ്. അപ്പം നമുക്ക് ഇനി നാളെ അവിടുത്തെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. എനിക്കിപ്പോൾ കുറച്ച് പാക്കിങ് ഒക്കെ ബാക്കിയുണ്ട്. കാരണം നാളത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാക്കിങ്ങും നാളെ പോകാനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അതിന് മുന്നേ നമുക്ക് കുറേ ടെസ്റ്റ് ചെയ്യണം. അതായത് നാളെ ഒരു സർജറി ആണെങ്കിൽ അതിന് മുന്നേ കുറേ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. കുറേ ലാബ് റിപ്പോർട്ട്സ് അവരെടുക്കും. കുറേ തവണ ഞാൻ ഡോക്ടേഴ്സിനൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടു. അപ്പോഴേക്കും ഞാനിതൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ കുറേ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട്, ക്യാമറ ഇവിടെ നിന്ന് കണ്ണ് കാണാനില്ല, ഇവിടെ അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഡ്രൈനെസ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് അവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 പേപ്പറിൻ്റെ കഷ്ണം കണ്ണിലിട്ട് വെച്ചിരിക്കുകയാണ്. റീറ്റ് വയ്യ, ഇറിറ്റേഷൻ ഉണ്ട്, ഒരു സാധനം ഇങ്ങനെ കണ്ണിലിരിക്കുന്ന പോലെ. പക്ഷേ ലെറ്റ്സ് ഡ്രൈനെസ് ഒക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് ടെസ്റ്റുകൾ കഴിഞ്ഞു. കണ്ണിൻ്റെ അകത്ത് കുറേ ലൈറ്റ് ഇങ്ങനെ അടിച്ച് വെച്ചിട്ടുള്ള ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താവും എന്ന്. സർജറി ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത് ഇപ്പോഴും അറിയത്തില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഇപ്പം എന്താണ് ഇത്? ഇപ്പം എനിക്കൊന്ന് ഓടി പോകണമെന്നുണ്ട് ഇവിടെ നിന്ന് പുറത്ത്. ഇല്ല, ഇപ്പം അത്ര കുഴപ്പമില്ല. ഇപ്പം ഇത്തിരി നീറ്റലുണ്ടെങ്കിലും ഇപ്പം വലിയ കുഴപ്പമില്ല. അത്ര നീറ്റലുണ്ടാവില്ല.
എന്താണ് ഈ അവസ്ഥയിൽ പറയാനുള്ളത്? ചെറിയൊരു നീറ്റില് പക്ഷെ സഹിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ നേരത്തെ. നേരത്തെ എങ്ങനെയായിരുന്നു, പക്ഷെ ഇത് സഹിക്കാൻ പറ്റുന്ന വേദനയേ ഉള്ളൂ. കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. ഫീലിംഗ് ഗുഡ്, ഫീലിംഗ് ഹോപ്പ്ഫുൾ, ഫീലിംഗ് പോസിറ്റീവ്. ജോലാക്കിറ തുണി എടുത്തോ എന്റെ മൂടെ. എന്റെ കണ്ണിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല ചുമന്നിരിപ്പുണ്ട്. ഡബ്ലോളിക്ക് പോലും അമ്മേ ഇതിൽ നീറ്റുന്നുണ്ട് പിന്നെ. ഓഹോ അടുത്ത കണ്ണിൽ നീറൂല. എനിക്കൊന്നും പറ്റില്ല. ഈ വേദന സഹിക്കേണ്ട ഒരു ഗതികേടെന്ന് പറഞ്ഞ മനുഷ്യന് എടാ പറ്റുന്നില്ല മോനെ. അല്ല എനിക്ക് വേദന ഒരു ക്ഷമ്യവും. അയ്യോ പറ്റുന്നില്ല എന്താന്നറിയ നേരത്തെ ഒഴിച്ചതിന്റെ ഒരു നീറലില്ലേ, അതിനകത്തേക്ക് ഇവര് സാധനം ഒഴിച്ചു കാണാൻ ഗ്ലാമറുണ്ട്. സർജറി ചെയ്യാൻ പോവാ. സർജറി ചെയ്യാന്ന് പറഞ്ഞു. അത് നന്നായി. വെറുതെ പറഞ്ഞത്, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാമെന്ന് വിചാരിച്ചായിരുന്നു അവിടെ ചിലപ്പോൾ വ്ളോഗ് എടുക്കും. സോ ഗൈസ്, നമ്മൾ ഡൈലേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്ത് പോയി കുറച്ച് നേരം. അപ്പോൾ ഫുഡ് കഴിച്ച് ബ്ലോക്ക് കഴിഞ്ഞ് എത്തിപ്പിങ്ങനെ 1.5 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇത് ഒന്നും കൂടി ഡൈലേറ്റ് ആയോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ബാക്കി പ്രൊസീജിയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഡോക്ടർ പറയും ഡൈലേറ്റ് ആയോ ഇല്ലെങ്കിൽ ഒന്നും കൂടി കുറച്ച് നീരുന്ന സൊല്യൂഷൻ നമ്മുടെ കണ്ണിലിട്ട് ഒഴിക്കും. വീണ്ടും കുറേ നേരം വെയിറ്റ് ചെയ്യും. നമുക്ക് നോക്കാം. അങ്ങനെ എൻ്റെ കണ്ണിൻ്റെ റെറ്റിന ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊന്ന് വിളിച്ചു. എനിക്ക് തോന്നുന്നു എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ കുത്തി ഇറക്കിയിട്ടൊക്കെയാണ് അവർ നോക്കിയത്. അത്രയും ഇങ്ങനെ ഡീപ്പായിട്ട് എന്തോ സാധനം വെച്ചിങ്ങനെ കുത്തി ലൈറ്റ് ഇങ്ങനെ അടിച്ച് എൻ്റെ കണ്ണൊക്കെ അങ്ങനെ പോയിന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് എല്ലാം ചെയ്തൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു റെറ്റിന ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കോർണിയയുടെ എന്തൊക്കെയോ നോക്കി. അതെല്ലാം കഴിഞ്ഞപ്പോൾ എന്നെ ഡോക്ടർ വിളിച്ചിട്ട് സർജറി ചെയ്യാം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഫസ്റ്റ് വേറൊരു ഹോസ്പിറ്റൽ, കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് പോയത്. പക്ഷെ അവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഒരു 2 lakhs ഒക്കെ സർജറി ഉണ്ട്, അത് ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ഓപ്ഷൻ പോലെ ഇവിടേക്ക് വന്നത്. എനിവേ അപ്പം എൻ്റെ പ്രതീക്ഷകളെല്ലാം പോയി. ഞാൻ അതിൽ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വ്ളോഗൊന്നും എടുത്തില്ല. കാരണം ഇത് നടക്കില്ലല്ലോ. എന്തിനാ വെറുതെ വ്ളോഗ് എടുക്കണമെന്ന് ഓർത്തിട്ട് ഞാൻ എടുത്തില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഇതിനൊരു പോസിറ്റീവ് വൈബ് വന്നത്. നടക്കും, ഒരു പ്രതീക്ഷ, ഒരു ഹോപ്പ് ഇരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സർജറി എങ്ങനെ ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. ഡോക്ടറിനോട് പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഇവിടെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നമ്മൾ കുറച്ചുകൂടി പെയിൻലെസ് ആയിരിക്കുന്നത്. ഞാൻ ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര പെയിൻ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. കാരണം അതാകുമ്പോൾ ലോങ്ങർ ടൈമിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരില്ല. മറ്റേത് നമുക്കൊരു റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു 3 ദിവസത്തെ പെയിൻ എടുക്കാം. ചത്തൊന്നും പോയില്ലല്ലോ. പക്ഷെ ലോങ്ങർ ടേമിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈം റിവേഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഐ തോട്ട് ആ പെയിനുള്ള പ്രൊസീജിയർ എടുക്കാം. പക്ഷേ പെയിനെ കുറച്ചും കൂടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാംഗ്ലൂർ ചെന്നൈയിൽ പോയി ചെയ്യുമ്പോൾ ഇവിടെ അഡ്വാൻസ്ഡ് മെഷീൻസ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി പെയിൻ കുറയുന്നു പറഞ്ഞു. അപ്പോൾ ഞാനത് ആലോചിച്ചിട്ടില്ല, പോകാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയത്തില്ലല്ലോ. അതിനെപ്പറ്റി പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ലെറ്റ്സ് സീ എന്ത് നടക്കുന്നൊക്കെ അറിയില്ല. കണ്ടൊക്കെ വേറെ കുഴപ്പമൊന്നുമില്ല. ലെറ്റ്സ് സീ. ഒന്നും കുഴപ്പമില്ല. മാത്രല്ല ഇതൊക്കെ ആരും കാണാൻ, എനിക്ക് എന്തായാലും കാണാൻ പറ്റും. അപ്പൊ നമുക്ക് നാളെ പോവാൻ വേണ്ടിയിട്ട് ഇനി ആകെ കൂടെ ഒരു 4 മണിക്കൂർ കഷ്ടി ഉറങ്ങാനുള്ളൂ. നമ്മളിത് ഇപ്പൊ തന്നെ ഇറങ്ങി പോണം. ഇവിടെ നമുക്ക് ഊബർ വിളിക്കാനേ. അപ്പൊ ഇപ്പൊ നമുക്ക് നാളെ ഇടാനുള്ള കുറച്ച് ഔട്ട്ഫിറ്റ് ഇങ്ങനെ തേച്ച് വെക്കാം. അപ്പൊ നമുക്ക് നാളെ പോകേണ്ട ഔട്ട്ഫിറ്റ് സെറ്റാണ്. ബാക്കി നമുക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യാനുള്ള സാധനങ്ങളും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എവറിത്തിങ് ഇസ് ഓൾ സെറ്റ്. ഇതിനകത്തൊന്നും വെക്കാനില്ല. തിരിച്ചു വരുമ്പോ എന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. പരിതാപകരമായിരിക്കും എന്ന് ഞാൻ തന്നെ വിശ്വസിക്കും. കണ്ണ് കാണാൻ പറ്റില്ലായിരിക്കും, ഉണ്ടാവില്ലായിരിക്കാം. ചെറിയ തോതിൽ കാണുമായിരിക്കും, എനിക്ക് അറിയത്തില്ല. എന്തായാലും ഒരു ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ പെയിൻഫുൾ ആയതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ഇന്റൻസിറ്റി ഓഫ് പെയിൻ എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. സോ ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. നമുക്ക് ഇനി നാളെ ഫ്ലൈറ്റിൽ പോകുന്നത് കാണാം. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം. ഗുഡ് മോർണിംഗ്. എണീറ്റു. മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇട്ടു. വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ എന്തിനാണെന്നറിയില്ല, ഒരു പൊട്ട് തൊട്ടു. അത് എനിക്ക് തന്നെ അറിയില്ല എന്തിനാ തൊട്ടേക്കണേന്ന്. ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കത് തൊടാൻ തോന്നുന്നു. നമ്മുടെ ഔട്ട്ഫിറ്റ് ഇതാണ്. നമ്മുടെ ഊബർ താഴെ വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ. പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിയുണ്ട്. എനിവേ, രണ്ട് വാക്ക് വേണോ?
ഞങ്ങൾ അങ്ങനെ എയർപോർട്ട് എത്തി. നമ്മൾ നല്ല തിരക്കുണ്ട്. ഓക്കെ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം വെക്കേഷൻ ടൈമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ തിരക്കുണ്ട്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഒരേ ഒരു പെട്ടി ഉണ്ട്. ആ പെട്ടി ഇവിടെ കൊടുക്കാമെന്ന് ഓർത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഉറക്കൊക്കെ പോയി. ഇന്ന് നമ്മൾ നേരത്തെയാണ്. നിനക്ക് എന്തിനാ ചിരി വന്നെന്ന് എനിക്ക് മനസ്സിലായി. 2 weeks മുന്നേ ഞാൻ സെയിം ഈ ഫ്ലൈറ്റ് ഒന്ന് മിസ് ചെയ്തു. അത് ഇത്ര വലിയ സംഭവമല്ല. 7:30 ഫ്ലൈറ്റിന് അവൾ ഇറങ്ങിയത് വൈറ്റിൽ നിന്ന് ഇറങ്ങിയത് 6:30 ആൻഡ് ഇവിടെ എത്തിയത് 7 മണിക്ക് ശേഷം 7:10. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു പ്ലീസ് എനിക്ക് പോയേ പറ്റൂ, എന്നെ എങ്ങനെയുള്ള ഫ്ലൈറ്റിൽ കയറ്റണം. അപ്പം എയർ ഹോസ്റ്റലിനോട് പറയാം. എയർ ഹോസ്റ്റൽ എല്ലാം പുറത്തുനിന്ന് പെണ്ണ് ഫ്ലൈറ്റ് മുകളിലാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഫ്ലൈറ്റിന് താഴെ ഇറക്കാനെന്ന്. എന്നിട്ട് പിന്നെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് വേറൊരു ഫ്ലൈറ്റ് സെയിം അതിന് തന്നെ ഒരു 1 hour ഗ്യാപ്പിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഫ്ലൈറ്റ് കിട്ടി. അപ്പം അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ നേരത്തെ വന്നു. ഒരു മണിക്കൂർ നേരത്തെ ഞങ്ങൾ എത്തി. ഞാനെങ്കിൽ വിശന്നിട്ട് പോയി. എനിക്ക് ഓയിലുള്ള ഫുഡൊന്നും കഴിക്കാൻ പാടില്ല എന്നുണ്ട്. പിന്നെ മേക്കപ്പ് ഇടാൻ പറ്റത്തില്ല, പെർഫ്യൂം അടിക്കാൻ പറ്റത്തില്ല, പിന്നെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് ഓയിലില്ലാത്ത ഫുഡ് ഇടയ്ക്ക് എടുത്ത് എനിക്ക് അറിയത്തില്ല. എനിക്കാണെങ്കിൽ നല്ല ദോശയുടെ മണടിച്ചിട്ട് അരിലി ദോശ ആൻഡ് സാമ്പാർ. ഏത്തപ്പഴം പൊമോഗ്രാനേറ്റും നമ്മൾ എടുത്തിട്ടുണ്ട്. പാക്ക് ചെയ്ത് നമ്മൾ ബാഗേജിൽ കയറ്റി വിട്ടിട്ടുണ്ട്. അതെ. എയർപോർട്ടിൽ ചെന്നിട്ട് നമ്മളത് എടുത്ത് ഓൺ ദ വേ ഹോസ്പിറ്റലിൽ നമ്മൾ കഴിക്കുന്നതാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് ദോശ, നല്ല മുറിഞ്ഞ ദോശയും നല്ല വടയും അത് ഞാൻ കഴിക്കും. അപ്പൊ സൈഡിൽ ഇരുന്നിട്ട് അത് കുഴപ്പമില്ല, സഹനം എടുക്കുകയാണ്. 10-25 നോമ്പെടുത്തല്ലേ. പക്ഷേ നോമ്പ് തിരക്ക് നോമ്പെടുത്തു, അല്ലാതെ നോമ്പെടുത്തു. അപ്പൊ അതുകൊണ്ട് എനിക്കിതും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. ഗൈസ് എത്തിയിരിക്കുകയാണ്. എൻ്റെ കണ്ണ് കണ്ടാൽ എനിക്ക് ഉറക്കം വന്നൊരു രക്ഷയില്ല. ഫ്ലൈറ്റ് കണ്ട് ഞാൻ ഫുൾ ഉറങ്ങി. അതായത് ഇവിടെ എത്തുന്നവരെ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കം മതിയാവുന്നില്ല. ഇനി ഞങ്ങൾ ഊബർ വിളിച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ ആദ്യ ലൊക്കേഷനിൽ പോവാം. പിന്നെ കഴിക്കാനായിട്ട് ഇപ്പോൾ ഏത്തപ്പഴം മറ്റേ പോമിഗ്രാനറ്റുമാണ് ഉള്ളത്. പിന്നെ ഓയിൽ ഫ്രീ ഫുഡ് ആയതുകൊണ്ട് അത് കഴിക്കാൻ പറ്റുള്ളൂ. താനും അത് കഴിച്ചിട്ട് അവിടെ എത്തിയിട്ട് വിശപ്പ് അനുസരിച്ച് നമ്മൾ നോക്കും. അപ്പോൾ 11 മണിയാകുമ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അതിന് മുന്നേ നമ്മൾ എത്തുമായിരിക്കണം. അപ്പോൾ നമുക്കിനിയും ഊബർ നോക്കി പോവാം. ബാംഗ്ലൂർ എയർപോർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഭയങ്കര കുറേ ചെടികളൊക്കെ വെച്ച് ഭയങ്കര രസത്തിലാണ് ഇവർ ബാംഗ്ലൂർ എയർപോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പം ഞാനിതെല്ലാം ഒന്ന് കൺകൂടെ ഇറക്കി കാണട്ടെ. വരുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ. കണ്ടോ, നല്ലപോലെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. നല്ലപോലെ കണ്ടോ. നമ്മൾ പട്ടിക്കോളല്ല, ഇത് ഹർഷ കുറേ മേക്കപ്പ് ഒക്കെ ഇട്ട് ഭംഗിയില വന്നിട്ട് ഞാൻ പട്ടിക്കോളത്തിലാണ് വന്നിട്ട്. ഞാൻ കണ്ണെഴുതി ഗൈസ്. മാത്രമല്ല എനിക്കതൊന്നും ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആൻസർ ജോണിക്ക് എൻ്റെ അടുത്ത് അസൂയാണ്. എന്ത് ചെയ്യാനാന്ന് നോക്കണേ, എന്ത് ചെയ്യാനാ. ദൈവം ഇങ്ങനെ ഭംഗി തന്നെന്നും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും. സൗന്ദര്യം ഒരു ശാപം. എനിക്ക് തെരുവിളിയൊന്നും വേണ്ട. ഹോസ്പിറ്റലിലെത്തി. ഒരു ചേച്ചി ഇതേപോലെ തന്നെ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് സ്പെക്സൊക്കെ വെച്ച് വന്നിരിക്കുന്നു. ഉറക്കാൻ വെച്ച് പറഞ്ഞു. ഇപ്പോഴും ഒന്നും കൂടെ ഉറങ്ങിയതാണ്. ഇനി എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് പറയുന്നത്. കഴിച്ച് ആനനെ സർജറിക്ക് കൊണ്ടുപോയി. പക്ഷേ ഞാൻ കണ്ടില്ല. എവിടെയോ കൊണ്ടുപോയി. ഞാൻ മെഡിസിൻസ് വാങ്ങുന്ന സമയത്ത് അവിടെ കൊണ്ടുപോയി. അതിന് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ സൈഡിലുള്ള ഒരു ഏരിയയിൽ വന്നിരിക്കുവാണ്. എനിക്കറിയില്ല ആളെവിടെയാണ്. കിറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സിങ് ചെയ്യാനായിട്ടൊക്കെ. അതിന് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ചേഞ്ച് ചെയ്തിട്ട് വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന്. പിന്നെ അന്ന് കുറേ മെഡിസിൻസ്, ഒരു 3 കവർ മെഡിസിൻസ് തന്നു വെച്ചിട്ടുണ്ട്. ഇത്രയുണ്ട്. ഇത് മൊത്തം
ഞാൻ ഒരു കുറേ നാളത്തോട്ടുള്ളതാണ്, ലൈക്ക് അറൗണ്ട് ഫോർ 1 month ഉള്ളതുണ്ട്. അങ്ങനെ ഇരിക്കുന്നു, അറിയില്ല, വരുമ്പോൾ കാണിച്ചു തരാം. ഈ കണ്ണിലിപ്പോൾ നിനക്കൊരു ഇതില്ലേ? എനിക്കൊന്നും തോന്നില്ല. സ്പെക്സ് എന്ത് ചെയ്ത് തന്നിട്ട് മാസ്ക് ഇട്. കഴിഞ്ഞ മണം നിനക്ക് എനിക്കുണ്ട്, നിനക്ക് ഫീൽ ചെയ്യുന്നത് എനിക്കറിയാം. എടി സെറ്റ്. കൂളിംഗ് ഗ്ലാസ് മാതിരി എനിക്ക് ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അനസ്തേഷ്യ ഉണ്ട്. എല്ലാം തന്നിട്ടുണ്ട്, നമുക്ക് താഴത്തോട്ട് പോവാം. അങ്ങനെ തല വെച്ചോ, നീറുന്നുണ്ടോ? സാരമില്ല. ഓപ്പൺ. എല്ലാവരും 3 കഴിഞ്ഞു. കണ്ണ് തുറക്കാൻ പാടില്ല, പക്ഷെ നീ പറഞ്ഞത് കേൾക്കാൻ പറഞ്ഞു. നല്ല ഒരു സുഖമുണ്ട് കണ്ണുകൾ. ചില ഡ്രോപ്സ് കഴിയുമ്പോൾ ചില നീറ്റിൽ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ഓൾറെഡി അനസ്തേഷ്യ ഒക്കെ തന്നുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇത് അതിൻ്റെ എഫക്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ എത്രമാത്രം വേദന ഉണ്ടാവുമെന്ന് എനിക്ക് ആലോചിക്കാം. ബട്ട് സ്റ്റിൽ ഞാൻ പറയാത്ത അത്ര വേദന അനസ്തേഷ്യ കഴിയുമ്പോൾ നമുക്ക് തന്നെ പറയാം. ഇപ്പം എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഒരു ഇറിറ്റേഷൻ അല്ല ആസിഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് കണ്ണ് തുറന്ന് വെച്ചിട്ട് അങ്ങനത്തെ, പിന്നെ പേടി ഇമോഷൻസ് മൊത്തം ചുറ്റിരിക്കുമ്പോൾ അങ്ങനത്തെ ഒക്കെ ഇതുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തോന്നുന്നു ഒരു 15 minutes പ്രൊസീജിയർ കഴിഞ്ഞു, ഓക്കെ ആണ്. നാളെ ആകുമ്പോൾ കുറച്ച് വേദന ഉണ്ടാവും, പിന്നെ ഇത്തിരി വേദന ഉണ്ടാവും. എന്നാലും നമുക്ക് കാഴ്ച ഫുള്ള് കിട്ടണം, അതാണ് എൻ്റെ ആഗ്രഹം. കണ്ണടയിൽ നിന്നൊരു പോവാം താഴത്ത്. എന്നിട്ട് ഞാൻ ഡോക്ടർ ഇങ്ങനെ കണ്ണ് തുറക്കില്ല, മൂവ് ചെയ്യില്ലെന്ന് പറയുമ്പോൾ എൻ്റെ വയറിന് സൗണ്ട് വരട്ടെ, വയറ് ചീത്ത വിളിച്ചപ്പോൾ എനിക്ക് വിശക്കണം. നമുക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ കഴിക്കാം. ഓക്കെ, ഞങ്ങൾ ഹോട്ടലിൽ വന്ന് ഇവിടെ ചെക്ക് ഇൻ ചെയ്തു. അല്ല, നമ്മൾ ഓൾറെഡി ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. കണ്ണിന് ഇപ്പം ഐ ഫീൽ സം ഇറിറ്റേഷൻസ് റൈറ്റ് നൗ. യുനോ ലിറ്റിൽ ടയർഡ്നെസ്, ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഡിസിനെസ്, തല കറങ്ങി വീഴാൻ തോന്നുന്നു. അപ്പോൾ ഐ ഡോണ്ട് നോ, എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ് എന്ന് ഞാൻ തന്നെ എനിക്ക് എന്തോ പറ്റി. If you order food from Zomato somewhere, will you pick it up from there? Or do we need to come down? Thank you. കുഴപ്പമില്ലല്ലേ? It's good, it's good. ഉറങ്ങാൻ പോവാണോ? How do I look, Harsh? ഇങ്ങോട്ട് വാ, എന്നിട്ട് അതിനകത്തോട്ട് നോക്ക്, അപ്പൊ സ്ക്രീൻ കിട്ടില്ല. വാ, Light on it. Oh, I look like Kendall Jenner. ഇതിന്റെ ഒക്കെ ലൈറ്റ്, ഇത്ര ലൈറ്റേ ഉള്ളു ഇവിടെ. I look like Kendall Jenner. ഓ, കണ്ണിന് വല്ലാത്ത ഇറിറ്റേഷൻ. ഇനി അനസ്തേഷ്യ പവർ കഴിയുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഫുൾ എക്സ്പീരിയൻസ്? തിയേറ്ററിന്റെ അകത്ത് എങ്ങനെയായിരുന്നു? അത് പറഞ്ഞില്ല. ഇപ്പൊ എനിക്ക് കൊടുക്കുന്നത് ഇംഗ്ലീഷാ. ഇല്ല, എല്ലാം ഷടപടയെന്നായിരുന്നു. അത് ഹർഷനെ അവർ പേയ്മെന്റ് ആക്കാൻ അയപ്പിക്കുന്നു, എന്നെ ഓടിക്കൊണ്ടുവന്നു, കുറെ തുണിയൊക്കെ മാറ്റി മറ്റേ ആ ഗൗണും സോക്സും എവറിത്തിങ് അവരൊക്കെ ഇടിപ്പിച്ച് 2 ടാബ്ലറ്റ് വെക്കാൻ പറയുന്നു. അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. ഇപ്പൊ എനിക്ക് ടെൻഷനാവാ. ഓരോ പെണ്ണ് വന്നിട്ട് വാതിൽ തുറക്കുമ്പോൾ എനിക്ക് ടെൻഷനായിട്ട് വയ്യ. എന്നിട്ട് അവർ കണ്ണ് ആദ്യം തന്നെ ക്ലീൻ ചെയ്തു, എന്തോ ഒരു സാധനം സൊല്യൂഷൻ വെച്ച് ഇങ്ങനെ എന്തോ ക്ലീൻ ചെയ്ത് അകത്ത് കയറ്റിട്ട് ഇങ്ങനെ കിടത്തി കഴിഞ്ഞിട്ട് നമ്മുടെ ചുറ്റിലും ഇങ്ങനെ ലേസർ ലൈറ്റ്സ് ആയിരുന്നു. അപ്പൊ എന്റെ കണ്ണ് ഇവരെന്തൊക്കെയോ കാട്ടിയിട്ട് ഇങ്ങനെ തുറന്ന് മാത്രം വെക്കാൻ പറ്റുന്ന രീതിയിലാക്കി വെച്ചു. അങ്ങനെ വെച്ചിട്ട് നേരെ കുറച്ച് ഡ്രോപ്സ്, അനസ്തേഷ്യ ഡ്രോപ്സ് ആയിരിക്കണം, ഡ്രോപ്സ് ഒഴിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അതായത് ഇവരെന്റെ കണ്ണിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് അറിയാം ഇവരെന്തൊക്കെയോ ചെയ്യാന്ന്. പുള്ളിക്കാരി തുടക്കുന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ പെയിന്റ് അടിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. പക്ഷെ അതെന്താ വെച്ചാൽ എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് നേരെ ലേസർ ലൈറ്റ്സ് ഇപ്പൊ വരും, മൂവ് ചെയ്ത് അങ്ങനെ തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ അങ്ങനെ തന്നെ ശ്വാസം പോലും ഞാൻ വിടുന്നില്ല, ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ പുള്ളിക്കാരി പറയുന്നത് ആൻഡ് യു ആർ മൂവ്
മൂവിങ് ഡോണ്ട് മൂവ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ നിൽക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നിന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ലേസർ ലൈറ്റ്സ് വരും. അപ്പൊ ഇങ്ങനെ പച്ച ലൈറ്റ് ആണ്. അപ്പോഴും എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ നല്ല കരിഞ്ഞ മണം വരിക. അപ്പൊ എനിക്കിങ്ങനെ കണ്ണൊക്കെ കരിഞ്ഞു പോവാണല്ലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി എന്തോ ഒരു ബാൻഡേജ് പോലെ സാധനം എന്ന് പറഞ്ഞിട്ടു. എന്നിട്ട് പുള്ളിക്കാരി അത് വൈപ്പ് ഓഫ് ചെയ്ത് കളഞ്ഞ് ആ കണ്ണ് കഴിഞ്ഞു. പിന്നെ വീണ്ടും അപ്പൊ കണ്ണിൽ ഇങ്ങനെ കുറെ ഡ്രോപ്സ് ഒഴിക്കുന്നു, അത് ഒഴിക്കുന്നു, ഇത് ഒഴിക്കുന്നു. വയ്യാതെ ഞാനിങ്ങനെ പട്ടാറി ഇപ്പൊ കഴിഞ്ഞാൽ മതി നൽകുമ്പോൾ അവൻ പറഞ്ഞു ഓക്കെ നെക്സ്റ്റ് ആയി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഞാൻ അതിലും കൂടി ഇതൊക്കെ സഹിക്കണല്ലോ എന്ന് വിചാരിച്ചു. ഇനി അതൊക്കെ കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ്സ് പ്രൊസീജിയർ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അങ്ങനെ താഴോട്ട് വന്നു. പക്ഷെ എനിക്കപ്പോൾ കുറച്ച് കാഴ്ചശക്തി വന്നാ എന്നൊക്കെ ട്രൈ ചെയ്യാനായിരുന്നു. അപ്പൊ നോക്കിയപ്പോ ഒന്നും പ്രത്യേകിച്ചൊന്നും വന്നില്ല. എന്നാലും കണ്ണട നമുക്ക് ഇല്ലാത്തപ്പോഴുള്ള ബുദ്ധിമുട്ടിന്റെ അത്രയും പോലും ഇല്ലായിരുന്നു. പിന്നെ അനസ്തേഷ്യ വെച്ചോണ്ട് ആ പെയിനൊന്നും അറിയുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഹർഷനെ കണ്ടു. അത് കഴിഞ്ഞ് എനിക്ക് പ്രത്യേകിച്ച് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ച് നമുക്ക് നോക്കാം. ഇനി കുറെ ഡ്രോപ്സ് ഉണ്ട്, 1 hour ഗ്യാപ്പിൽ കുറെ ഡ്രോപ്സ് ഒഴിക്കാനുണ്ട്. അതൊക്കെ ഹർഷ ഓർത്ത് ഒഴിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് ഇനിയിപ്പോ നമുക്ക് വിശന്നിട്ട് ലേസറൊക്കെ ഇങ്ങനെ താഴോട്ട് വരുമ്പോ എന്റെ വയറ് അതിനേക്കാളും വലിയ ഒച്ചകൾ ഉണ്ടാക്കുക, ഒന്നും കഴിക്കാതില്ല. അപ്പൊ എനിക്ക് വിശക്കണമുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇപ്പോഴും കൂടി കുറച്ച് സന്തോഷത്തിൽ കഴിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പെയിൻ ആവുമായിരിക്കണം. ഇപ്പൊ തന്നെ എനിക്ക് പെയിൻ കില്ലേഴ്സ് തന്നിട്ടുണ്ട്, ഫുഡ് പെയിൻ കില്ലേഴ്സ് ഉണ്ട്. ഇപ്പൊ തന്നെ എനിക്ക് കുറച്ച് ഇറിറ്റേഷൻസ് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കണ്ടീഷനായി പ്രശ്നം കുറച്ച് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അനസ്തേഷ്യ പവർ ഒന്നാമത് ഡ്രോപ്സ് ആണല്ലോ, ഡ്രോപ്സിന്റെ പവർ കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഗൈസ് ധൃതിക്ക് രാവിലെ 4:30 എയർപോർട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയതുകൊണ്ടാണ് ആൻസിന്റെ ജോണി അറിയാണ്ട് കമ്മലൊക്കെ മാറിയിട്ടിട്ടുണ്ട്. ദാറ്റ് ഇസ് ഓക്കെ. ഇത് ഞാൻ അറിയാതെ വിടാറുള്ളതാ. മൈ ന്യൂ സ്റ്റൈൽ ഗൈസ്. ഒരെണ്ണം റോസ് ഗോൾഡ്, ഒരെണ്ണം ഗോൾഡ്. അങ്ങനെയുണ്ടോ? കളറും വ്യത്യാസം. ദാറ്റ് ഇസ് ഓക്കെ. ഇതെന്റെ ഒരു ന്യൂ സ്റ്റൈലാണ്, നിങ്ങളും ഫോളോ ചെയ്യുക. അതൊന്നും കുഴപ്പമില്ല. കമ്മലൊക്കെ വെറൈറ്റി മാറി ഇടണം. ആരും ഉണ്ടല്ലോ പാന്റും സോക്സ് ഒക്കെ മാറ്റുന്ന ഷൂ. ഇപ്പൊ അതാ ട്രെൻഡ്. ഷൂ ഒരെണ്ണം പച്ച ഒരെണ്ണം നീല. അതുപോലെയാണ് ഈ ഇയറിംഗ്സും അങ്ങനെ വരട്ടെ. കാരണം എന്റെ എപ്പോഴും ഒരു ഇയറിംഗിന് കിട്ടിയ അടുത്ത ഇയറിംഗ് കാണില്ല. ഇനി മുതൽ ഞാൻ ആ ട്രെൻഡിലോട്ട് മാറും. നിങ്ങൾ ആ ട്രെൻഡ് ആക്കും. ഫുഡ് ഓർഡർ ചെയ്യാൻ ഇറിറ്റേഷനും ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. ഇപ്പൊ ഞാൻ നൈസായിട്ട് സൈഡായി. ഇത് നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ കണ്ണിൽ ഒഴിക്കേണ്ട സമയം 1 hour ഗ്യാപ്പിലും ഒരെണ്ണം ഒഴിക്കണം. അപ്പൊ അടുത്ത 1 hour ആയി തോന്നണം. അപ്പൊ അത് ഒഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഐ ഫീൽ റിയലി ഇറിറ്റേറ്റഡ്. ഒരു ഓലക്കീറ തുണി എടുത്തോ എന്നെ കൂടെ നിർത്തോണ്ട് വാല്. കണ്ണു തുറന്നു. കുറച്ചും കൂടി ഇറങ്ങി കിടന്നിട്ട് തല നീ പൊക്കി വെച്ചേക്കണ പോലെ ഇതുകൊണ്ട് ഇറങ്ങി കിടന്നിട്ട് ഈ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താ അഭിപ്രായം? കൊല്ലാൻ നോക്കണം നീ. ഞാൻ മറ്റേ പെണ്ണാവട്ടെ, നിന്റെ ഹോസ്റ്റലിൽ പെണ്ണിട്ട്. ഓ പണ്ടാരം പിടിക്കാനായിട്ട് അമ്മച്ചേ. ഇതൊക്കെ നീള എനിക്ക്. പോന്നതിന്റെ അപ്പുറത്തെ കൈ വെച്ച് തുറക്കടി കൂടെ. പിടിക്കാൻ പേടിയാ. എടി പോത്തെ, അവിടെ ഒന്നും പിടിക്കണ്ട. സ്തോത്രം. അമ്മേ ഞാനപ്പോ ഒരു 6 hours ആണോന്ന് അറിയില്ല, കുറച്ചധികം അല്ല ഒരു 4 hours ഉറങ്ങിയിട്ടുണ്ട്. 4 hours ഉറങ്ങി എണീറ്റ് കണ്ണ് എനിക്ക് ഞാൻ തുറന്നിട്ടേ ഇല്ല. അതിനുശേഷം കണ്ണിങ്ങനെ ഫുൾ വാട്ടറാണ്, ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബേണിംഗ് സെൻസേഷൻ, ഭയങ്കര ഒരു ഡിസ്കംഫേർട്ട് ഉണ്ട്. പിന്നെ ഓരോ 1 hour ഗ്യാപ്പിൽ ഇങ്ങനെ മരുന്നും കൂടി ഒഴിക്കാൻ വേണ്ടി തുറക്കുമ്പോൾ നമുക്ക് വയ്യാതെയോ. അതും എനിക്ക് തോന്നുന്നു 4 ഡ്രോപ്സ് ഉണ്ട്, അതിങ്ങനെ ഒഴിക്കണം. ഇപ്പോൾ ഞങ്ങൾ പപ്പായ കട്ട് ചെയ്തത് വാങ്ങിച്ചിട്ട് ഞാൻ അത് കഴിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഇത് ഓറഞ്ചും കണ്ടുണ്ട്. അപ്പം അതും കൂടെ കഴിച്ചിട്ട് പിന്നെ എനിക്ക് ലൈറ്റ് തീരെ പറ്റുന്നില്ല. അപ്പം ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഒരു ലൈറ്റ് അവളെ കൊണ്ട് ഇടിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വ്ളോഗ് എടുക്കാൻ തീരെ ലൈറ്റ് ഇല്ലാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കുഞ്ഞൊരു ലൈറ്റ് ഇവിടെ ഇട്ടു. പക്ഷെ ഇനി പതിയെ കണ്ണെന്ന് ഞാൻ തുറന്നിട്ടേ ഇല്ല. പതിയെ തുറന്ന് ലൈറ്റ്സ് ഒക്കെ ഒത്തിരി ലൈറ്റ് ഒന്നും ആക്ച്വലി വേണ്ടാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി ലൈറ്റ് ഇടുന്നില്ല. പക്ഷെ ലൈറ്റ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലാതെ ഇങ്ങനെ നീ എവിടെയാ അല്ലാതെ ഈ എനിക്ക് കണ്ണിൽ നിന്ന് മൂക്കിന്നൊക്കെ ഇങ്ങനെ വാട്ടർ ഫീലിംഗ് ആണ്. അതായത് നമ്മൾ എപ്പോഴും കുറേ ലിക്വിഡ് ഒഴിക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ നാളത്തേക്ക് കുറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അറിയത്തില്ല, കുറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ഇനി പതിയെ എണീറ്റ് പിന്നെ എനിക്ക് ഭയങ്കര കയ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി മരുന്നിന്റെ മെഡിസിൻസ് ഒക്കെ ഇങ്ങനെ നമുക്ക് വായിക്കൂടെ ഒക്കെ ടേസ്റ്റ് വരുന്നു കണ്ണിലൊഴിച്ചാലും. അപ്പം ഇനി അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും സ്വീറ്റ് ആയിട്ടൊക്കെ കഴിയും. അപ്പം ഞാൻ കണ്ണ് തുറന്നിട്ടേ ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര വെള്ളം വന്നുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു അവർ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല. അപ്പം അതും നമ്മുടെ ഓരോ പോയിന്റ്സിലാണ് എവിടെയൊക്കെയാണ് കാഴ്ച കുറവുള്ളത് അവിടേക്ക് പോയിന്റ് ചെയ്തിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പം അവിടെ ആ ഒരു ബേണിംഗ് സെൻസേഷൻ, ആ എന്തോ ഒരു പൊട്ടിയ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഭയങ്കര വെള്ളം വരും. എനിവേ നമ്മൾ എന്താ കഴിക്കുന്നത് ഇപ്പോൾ? നാനും ബട്ടർ ചിക്കനും
ഗീ റൈസും ഉണ്ട്, പിന്നെ ചിക്കൻ കബാബ്, ഇതൊരു കോംബോ. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും എനിക്ക് നന്ന പോലെ വെള്ളം കഴിച്ചിട്ടുണ്ട്. ആണോ? വേദന എങ്ങനെയുണ്ട്? വേദന വെച്ചാൽ കണ്ണ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ നല്ല സ്ട്രെയിൻ വേദന. പിന്നെ പെയിൻ ഞാൻ പറയട്ടെ, ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന പെയിനേ ഉള്ളൂ. ഒരു വേദനയൊന്നുമല്ല. ഫ്രണ്ട്സ് ഉള്ളവർക്ക് പറ്റും. എനിക്ക് തോന്നുന്നു എനിക്ക് ഇപ്പൊ പെയിൻ ടോളറേറ്റ് ചെയ്യാൻ ഒരു കഴിവുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ ടെസ്റ്റിനൊന്നും എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, അറിയത്തില്ല. എന്തായാലും എനിക്കിപ്പോ അത്ര കുഴപ്പമൊന്നും ബുദ്ധിമുട്ടുണ്ടെങ്കിലും വേദന ഇങ്ങനെ കുത്തുന്ന വേദന ഒന്നും ഇല്ല. ആക്ച്വലി നിന്റെ സ്പെക്സില് എന്നെ കാണാൻ നല്ല പോലെ. തുറന്നു. പിന്നെ നല്ല ഫുഡ്. എനിക്ക് ഇവിടുത്തെ മസാല നോർമലി ഇഷ്ടം. നമ്മള് മലയാള റെസ്റ്റോറൻ്റ് ആണ് വാങ്ങിച്ചത് അല്ല, പക്ഷെ ഗീ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്. ബട്ടർ ചിക്കൻ കഴിക്കാത്ത ആളാ, പക്ഷെ നല്ല ടേസ്റ്റ്. കബാബ് എല്ലാം നല്ല ടേസ്റ്റ്. ഒരു ഫുഡ് ബ്ലോഗായി. പിന്നെ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ഉറങ്ങാൻ. ഞാൻ വീണ്ടും ഉറങ്ങിപ്പോയി. എനിക്ക് ഉറങ്ങാൻ മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പൊ എന്റെ ഫ്രണ്ട്സും ഇവരൊക്കെ തുടരും ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ എല്ലാവരും കാണുന്നു, എല്ലാവരും അഭിപ്രായങ്ങൾ പറയണു. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ പോയി കണ്ടോളൂ, എന്റെ കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ അനന്ത് എന്നെ വിളിച്ചിട്ട് പറയാം, നീ വിഷമിക്കല്ലേ, ഇനി കാണുമ്പോ എച്ച് ഡി ക്ലാരിറ്റിയോട് കൂടെ തന്നെ ശരിയല്ലേ, നീ വിഷമിക്കില്ല. അപ്പൊ ഞാൻ ശരിയാ, ചിലപ്പോ അതിന് വേണ്ടിയിട്ടായിരിക്കും ഫസ്റ്റ് മൂവി അത് കാണാം. കണ്ണ് നമുക്കുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ണിന്റെ വില അറിയില്ല. കണ്ണ് കാണാൻ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ സിറിയോട് വരെ ഞാൻ പറഞ്ഞിട്ട് സിറി പറയണത് അൺലോക്ക് യുവർ ഫോൺ എന്ന് എന്റെ അടുത്ത്. അതുകൊണ്ട് ഇപ്പൊ സെക്കൻഡ് ഡേ അല്ല ഫസ്റ്റ് ഡേ ആയി. ഇന്നലെ കഴിഞ്ഞ് ഇന്നായി. പല്ലൊക്കെ തേച്ച് ഞങ്ങൾ അതൊന്നും വ്ളോഗ് എടുത്തില്ല. എനിക്ക് അത്ര ഉറങ്ങാൻ പറ്റില്ല. ഒരു 3 ആയപ്പോ എന്റെ അറിവിൽ ഞാൻ എണീറ്റ്. സമയം അപ്പൊ മനസ്സിലാവുന്നില്ല, പക്ഷെ ഞാൻ ഭയങ്കര പെയിൻ ആയിരുന്നു. ഞാൻ കുറച്ച് നടന്നു, കണ്ണൊക്കെ ഇങ്ങനെ നോക്കി തുറക്കാനൊക്കെ ശ്രമിച്ച് കുറച്ചേരൊക്കെ നടന്ന് ഞാൻ 6 മണിയൊക്കെ ആയപ്പോ വീണ്ടും ഉറങ്ങി. എനിക്കിപ്പൊ അത്ര പെയിൻ തോന്നുന്നില്ല സത്യം പറഞ്ഞ. പെയിൻ നല്ലപോലെ കുറവുണ്ട്. ലൈറ്റ് ഒക്കെ അടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലാതെ കണ്ണിന് അത്ര പെയിനും ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങളിപ്പോ വേഗം റെഡിയായി. ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഇട്ടു. പിന്നെ ഹർഷ എല്ലാം കുറേ മരുന്നുണ്ട്, ഒരു 10-12 ഐ ഡ്രോപ്സ് തന്നെ ഉണ്ട്. അപ്പൊ അതെല്ലാം സോർട്ട് ചെയ്ത് എന്തൊക്കെയോ എഴുതി വെച്ചത്. അവർക്ക് മാത്രമേ അറിയില്ല, എനിക്കോടും അറിയില്ല. സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങള് ഇവിടെ ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ട് ഒന്ന് ചെക്കപ്പ് ചെയ്തിട്ട് നേരെ നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇപ്പൊ നമ്മളിവിടെ ഫുൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോവാണ്. ഈ ഹോട്ടൽ ഇടാൻ പറ്റുമോ? എന്നാലും കണ്ണിന് പറയത്തൊക്കെ വേദന, പക്ഷെ എനിക്ക് റൈറ്റിന് കുറച്ച് വേദന ഉണ്ട്. അതൊക്കെ ചെല്ലുമ്പോ പറയണേ. ഞാനിപ്പോ മറ്റേ ഇത് നോക്കി, ഇവര് ഇന്നലെ ഒരു സാധനം പേപ്പറിൽ മൊത്തം എഴുതി തന്നില്ലേ, അത് നോക്കിയപ്പോഴത്തേക്കും കഴിഞ്ഞാല് യൂസ് അല്ല, ലൈക്ക് ലൈറ്റ് ആയിട്ട്. അതും നീ അവിടെ ചെക്കപ്പ് ചെയ്തിട്ട് ഡോക്ടറിന്റെ ഇത് കാരണം മാത്രം ഡോക്ടർ പറയുവാണെങ്കിൽ ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ എത്തി. എന്റെ സൗണ്ടിന് എന്താ പറ്റില്ല, കുങ്ങിക്കാരൊക്കെ ഒരു പ്രശ്നം അറിയില്ല. സൗണ്ടിന് അതെന്താന്ന് വെച്ചാൽ തണുപ്പത്ത് അത്രയും കിടന്നിട്ട് നീ മരുന്നൊക്കെ കിടന്നില്ലേ തൊണ്ടയിൽ കൂടി, ഫുൾ ടൈം തണുപ്പ് തൊണ്ടയിൽ നിന്നിട്ടാണ്. എന്തായാലും ഇവിടെ എത്തി ചെക്കപ്പിന് വന്നിരിക്കുകയാണ്. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും അത് നമ്മൾ കോപ്പപ്പ് ആവുന്നുണ്ട് ആ ലൈറ്റിനോട്. പിന്നെ ഇപ്പം എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. താങ്ക് യു. അപ്പം നമുക്കിനി എന്ത് ചെക്കപ്പ് ചെയ്യണമെന്ന് അറിയില്ല, കാരണം എനിക്ക് കണ്ണിന് കാഴ്ചയൊന്നും വന്നിട്ടില്ല. ചെറിയ തോതിലൊരു ബ്ലർനെസ് ആണ് എനിക്കിപ്പോഴും. അല്ല, വായിക്കാൻ പറ്റും ഡോക്ടറാണ് അതെന്തെങ്കിലും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. അത് അവർ ട്യൂസ്ഡേ കൊച്ചിയിൽ വെച്ച് റിമൂവ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പം നമ്മളൊരു ചെറിയ തോതിൽ ചെക്കപ്പ് ആയിരിക്കും, അറിയത്തില്ല, നോക്കാം. നല്ല വർഷമാണ്. നിനക്ക് എന്താ എൻ്റെ ഈ അവസ്ഥയെ പറ്റി പറയാനുള്ളത്? എന്നെന്ത് ജയലളിത ആൾക്കാർ പറയുന്നത്. പക്ഷെ ഞാൻ എന്നെ തന്നെ കെൻഡൽ ജെന്നർ എന്നാണ് പറയുന്നത്. ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ കോർണിയ ഇപ്പോഴും ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊരു 2 ദിവസം 3 ദിവസം കൂടി എടുക്കും. അതുകൊണ്ടാണ് ഈ വേദനയും ലൈറ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. വൺസ് കോർണിയ ഗെറ്റ്സ് ഓക്കെ, നമുക്ക് ഫുൾ വിഷൻ കിട്ടുന്നില്ല, ആ ബ്ലറിനെസ്സൊക്കെ മാറി കിട്ടുന്നതാണ് പറഞ്ഞത്. പിന്നെ എനിക്കൊരു ബാൻഡേജോ ഒരു ലെൻസോ എന്തോ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് കൊച്ചി ബ്രാൻഡിൽ പോയിട്ട് റിമൂവ് ചെയ്താൽ എല്ലാം ഓക്കെ ആവും. അതിന് ഇറിറ്റേഷനാണെന്നാണ് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞാൽ എല്ലാം സെറ്റാവും ഞാൻ വിചാരിക്കുമ്പം. കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് മരുന്ന് വയ്ക്കണം. ഇനി കണ്ണ് തുറക്കാനായിട്ട് ഭയങ്കര പാടാണ്. പക്ഷെ ഐ എം ട്രൈങ് ടു ഓപ്പൺ മൈ ഐസ്. ഞങ്ങളപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ ഫുഡിന് മാത്രം ഒരു കുറവ് വരുത്താതെ ആവശ്യത്തിലേറെ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫ്രൂട്ട് സാലഡ് ഇട്ട് ഐസ്ക്രീം വരെ പറഞ്ഞു. കണ്ണിന് വേണമെങ്കിലും
ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ്. പക്ഷെ ഭയങ്കര വിശപ്പുണ്ട് കേട്ടോ വേറൊരു കാര്യം. പിന്നെ വേറൊന്നും ചെയ്യാനില്ല. എനിക്ക് ഫോൺ ഉപയോഗിക്കാതെ ഞാൻ തീരെ നോക്കാതെ ഞാൻ ഇരുന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് ഒരു ദിവസം കംപ്ലീറ്റ്ലി ഞാൻ ഫോൺ എടുത്തിട്ടില്ല. അതായത് ഇന്നലെ 12 മണി തൊട്ട് ഫോൺ എടുക്കാത്ത ഞാൻ ഇന്ന് 12 മണി വരെ ഫോൺ എടുത്തിട്ടില്ല. അയ്യോ അതൊരു വല്ലാത്ത സംഭവമായി. അപ്പം പോസ്റ്റും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ കറക്റ്റ് 6 മണി എന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. പിന്നെ ദൈവം സഹായിച്ച ബ്രാൻഡ്സിൻ്റെ എല്ലാം ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ അത് പ്രശ്നം അവർ പറഞ്ഞ ഡേറ്റ് നമ്മൾ പോസ്റ്റ് ചെയ്യണമല്ലോ. ബ്രാൻഡ്സിൻ്റെ എല്ലാം ചെയ്തു. ഇനി എന്തുണ്ടെങ്കിൽ ഞാൻ ഹർഷനെ കൊണ്ടോ ഒക്കെ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്താ പറയുക, എനിക്ക് കണ്ണ് തീരെ തുറക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പുറത്തുള്ള ആൾക്കാരൊന്നും കാണാനായിട്ട് ഒരു വിഷമം, ഭയങ്കര ബുദ്ധിമുട്ട്. മാത്രം എന്നെ കാണുന്നത് താഴെ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ പുള്ളി ഇങ്ങനെ നോക്കുക. ഇപ്പം ചിലപ്പോൾ കെണ്ടലാണോ എന്ന് തോന്നിയിട്ടാണെന്ന് അറിയത്തില്ല. ഇത് കാണുമ്പോൾ അന്തലിക്ക് ഉണ്ടാക്കാം. അങ്ങനെയല്ല, കണ്ണ് കാണാത്തവർ വെക്കുന്നതാണ് തോന്നുന്നു. അതോ സ്പെക്സ് വെക്കണോ? സ്പെക്സ് വെച്ചേക്കണ പോലെ പെട്ടെന്ന് തോന്നും. ഹർഷയ്ക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഫ്ലൈറ്റിലെത്തിയിട്ട് ഒരു ചേട്ടൻ, എനിക്കതൊന്നും പറയാൻ പറ്റില്ല, കാരണം പുള്ളിക്ക് മനസ്സിലാവുമല്ലോ. ഹർഷ ഓൾറെഡി എന്നോട് പറയാണ്, ഓ ഇന്നെങ്കിലും ഒരു ചെക്കൻ എൻ്റെ അപ്പുറത്ത് വന്ന് ഇരുന്നാൽ മതിയായിരുന്നു, നല്ലൊരു ചെക്കൻ ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്നെ. അപ്പം നോക്കുമ്പോൾ നല്ലൊരു സുന്ദരനായ ചേട്ടൻ. അപ്പോൾ ഹർഷയ്ക്ക് വിൻഡോ സീറ്റ് അല്ല, പുള്ളിയുടെയാണ് വിൻഡോ സീറ്റ്. പുള്ളി ഹർഷൻ്റെ അടുത്ത്, ഡു യു വാണ്ട് സ്വിച്ച് പ്ലീസ്, അല്ല ദ സീറ്റ് ഹർഷ ഇഫ് യു ഡോണ്ട് മൈൻഡ്. അത് കാണണം. എന്നിട്ട് ഹർഷയ്ക്കാണ് വിൻഡോ സീറ്റ് ഒക്കെ കൊടുത്ത് ലൈനായ ഞങ്ങൾ. അതിനാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ ഫുൾ ടൈം തിരിഞ്ഞിരിക്കുകയായിരുന്നു. ആറ്റിറ്റ്യൂഡായിരുന്നു ഹർഷ ഇട്ടത്, അതുകൊണ്ട് മാത്രം. അങ്ങനെ ഇന്ന് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഹർഷയുടെ ലൈഫ് പാർട്ട്ണറിനെ മീറ്റ് ചെയ്യുമ്പോൾ നിന്നാണെങ്കിലോ ഹർഷ. പക്ഷെ എനിക്ക് എപ്പോഴും ഈ മൂവി സിനിമയൊക്കെ കണ്ടിട്ട് എനിക്ക് എപ്പോഴും അങ്ങനെ ഒരു തോട്ട് ഉണ്ട്. എന്ത് ഒരു ട്രെയിനിൽ നമ്മൾ പോകും, പണ്ടൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ ഒക്കെ ഇന്ന് ഞാൻ നല്ലൊരു ചെക്കനെ കണ്ട് റിലേഷൻഷിപ്പ് ആവും. ട്രെയിനിൽ പോകാറില്ലല്ലോ പണ്ട്. ഇപ്പോഴൊന്നും ട്രെയിനിൽ പോവാറൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ വെറുതെ, അതൊക്കെ സിനിമയിൽ മാത്രമേ ഉള്ളൂ. ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കണം, എല്ലാ തവണ കാനഡയിലൊക്കെ പോകുമ്പോഴായിരിക്കും ഓ എൻ്റെ അടുത്തിരിക്കുന്ന ഏതെങ്കിലും ചെക്കൻ സെറ്റ് ആവും എന്നൊക്കെ. ഏതെങ്കിലും അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ആയിരിക്കും ഇരിക്കാറ്. ഇനി നമുക്കതൊന്നും വിധിച്ചിട്ടില്ല. ഹർഷയ്ക്ക് വിധിച്ചു, അതാണ് എൻ്റെ സന്തോഷം. സോ ആനിന് നെയ്ച്ചോറും ബട്ടർ ചിക്കൻ, ഇത് ചിക്കൻ പോപ്കോൺ കബാബ് എന്ന് പറഞ്ഞ സാധനം. എൻ്റെ ഞാൻ വന്നിട്ടില്ല. ഇത് ഞാനും വേണ്ട, ഇത് ഹാഫ് മതി. ഇത് താഴ്ത്തിട്ട് നോക്കാൻ കുഴപ്പമില്ല, മുകളിലോട്ട് അങ്ങനെ കണ്ടുപോകണ്ട. സാൽമ വേണ്ടല്ലോ. സാൽമ അതിന് ഫോർക്ക് ഉണ്ടല്ലോ. ബാഗേജ് കൊടുത്തിട്ട് വെയിറ്റ്. എനിക്കാണെങ്കിൽ ദൂരം ഉറക്കാൻ മതി, ഇതിന് മാത്രം ഉറക്കാതിരിക്കണം എനിക്കറിയില്ല. അത്രയും ഉറങ്ങുന്നുണ്ട് ഞാൻ, ഉറങ്ങി അടി കഴിയും. പിന്നെ കണ്ണിന് അത്രയും ടയർഡ്നെസ് ഉണ്ട്, കണ്ണിന് തൂങ്ങാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അത്ര ഉറങ്ങി. ഇനിയും നമുക്ക് ഇവിടെ ഒരു 2 hours അങ്ങോട്ടുണ്ടെന്ന് തോന്നുന്നു. എത്ര മണിക്ക് പോകുന്നു? 5:40. 2:40. ഇനി 3 hour ഉണ്ട്. ഞങ്ങൾ വിചാരിച്ച എയർപോർട്ടിൽ ചിൽ ചെയ്തിരിക്കാം. കൊടുത്തിരിക്കുകയാണ്. എന്താ ആൻസിന്റെ ജോണി വേണ്ട? കണ്ണ് കാണാൻ വയ്യെങ്കിലും ഫുഡിന് ഒരു കുറവും വരത്തില്ല ഞാൻ പറഞ്ഞത്. ഇത് കണ്ടപ്പോൾ നമുക്ക് ക്രസ് ലെച്ചേഴ്സ് കഴിക്കാം. ഓർഡേർഡ് ക്രസ് ലെച്ചേഴ്സ് എന്നാ ക്ലാസിക് ആണല്ലോ. ഇതാണോ ഫ്രണ്ട് അല്ല ബാക്ക്? ഓക്കെ സെറ്റ്. കണ്ടിട്ട് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി, അപ്പോൾ നമ്മളത് വാങ്ങിച്ചു. പക്ഷെ എനിക്ക് ഇനി കുറച്ച് ഇങ്ങോട്ട് വന്നു, നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് വാങ്ങിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ അത്ര ഒന്നും വാങ്ങിച്ചിട്ട് ഇല്ല. നീ ചോക്ലേറ്റ് കഴിക്കില്ലല്ലോ. ഇല്ല, പക്ഷെ എനിക്ക് ആ വലിയ ബാറ് കണ്ടിട്ട് വാങ്ങിക്കാൻ തോന്നുന്നു. കൊണ്ടാരത്തിലൊക്കെ എന്തൊരു ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ എല്ലാം ഒന്ന് ഓഫാക്കി.
കണക്കാം. കണക്കാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖങ്ങളൊക്കെ തന്നെ. സുഖങ്ങളൊക്കെ തന്നെ. ഇപ്പൊ ഇതാണ് വലിയൊരു വിശേഷമായിട്ടുള്ളത്. കണ്ണു തുറക്കാൻ പറ്റും. കണ്ടാ ഞാൻ ഈ വെക്കണമെന്ന് കാരണം ആണല്ലേ? ഞാനൊരു ജീനിയസ് തന്നെ. പക്ഷെ കണ്ണിനില്ലാത്ത ടൈം. ഞങ്ങളുടെ ഫ്ലൈറ്റ് പിന്നെ ലേറ്റ് ആക്കി ഗൈസ്. അല്ല, ഓൺ ടൈം നേരത്തെ പറഞ്ഞ സമയം ആ സമയമൊക്കെ 6:20 അപ്പൊ ബോർഡിങ് എത്ര മണിന്നാണ് കാണിക്കുന്നത്? നമുക്ക് ശരിക്കും 5:20 ബോർഡിങ് കാണിച്ചിരുന്നത്. 6:05 ഫ്ലൈറ്റിന്. ഇപ്പൊ അത് കുറച്ചുകൂടി ലേറ്റ് ആക്കിയിട്ടുണ്ടാകും. ഇനിയിപ്പോ എങ്ങനെയാ ബുദ്ധിപരമായി ഫ്ലൈറ്റിന് എന്തെങ്കിലും ഷേപ്പ് അറിയാം? എന്തുകൊണ്ട് ഫ്ലൈറ്റിന് വേറെ ഏതൊക്കെ ഷേപ്പ് കൊടുക്കാം? അല്ലെങ്കിൽ പല പല ഫ്ലൈറ്റിന് പല പല ഷേപ്പ് കൊടുക്കണം. എന്തുകൊണ്ട് എല്ലാ ഫ്ലൈറ്റിനും ഈ ഷേപ്പ് കൊടുത്തു? എന്താ നാളെ കേട്ടോളെ വേഗം പറയും. എനിക്കറിയില്ല എന്തുകൊണ്ട് ഇങ്ങനെ എയറിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. എന്തിന് ഇൻസ്പയർഡ് ആയിട്ടാണ് അവർ ഈ ഫ്ലൈറ്റിന് ഈ ഷേപ്പ് കൊടുത്താൽ മതി എന്ന് വിചാരിച്ചത്? നോക്ക് ഫ്ലൈറ്റ് ഓടിപ്പോണം. എനിക്കറിയില്ലല്ലോ മോനെ. നമ്മുടെ മറ്റേ എയറോപ്ലെയിൻ പറത്ത് വീണു. പേപ്പർ നീ എന്തൊരു പൊട്ടത്തെ പേപ്പർ പ്ലെയിൻ പറത്തി വീണു? ഈ പ്ലെയിൻ കണ്ടുപിടിച്ചതിന് ശേഷം ഞാനിത് ആൻസർ പറയട്ടെ. ആൻസർ പറയാൻ പറ. ആൻസർ എന്ന് വെച്ചാൽ കിളികൾ പറക്കണത് ഇങ്ങനെയാണ്, മനസ്സിലായോ? അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് എല്ലാ എയർപ്ലെയിൻസും ഇങ്ങനെ ആക്കിയത്. ഇപ്പൊ എന്റെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അതിന്റെ ആർച്ചയ്ക്ക് എന്തെങ്കിലും ഉത്തരം ഉണ്ടാവും. നല്ല കണ്ടുപിടുത്തം. അപ്പോൾ ഈ കിളികൾ പറക്കണ പോലെ എന്തുകൊണ്ട് ഈ ഫ്ലൈറ്റിനൊക്കെ പറന്നുകൂടാ? അഞ്ചാൾ കുറെ ഇതാക്കി കഴിയുമ്പോഴാണ് കിളികളുടെ ഈ ചിറകുകളും. ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഇത്രയും ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോഴാണ് ഇവിടെ കിളികൾ പറക്കുന്നത് കാണിച്ചത്. എല്ലാരും നോക്കി ചിരിച്ചോണ്ട് പോകണം. കിളി പറക്കുന്നത് പോലെ നമ്മൾ ഫ്ലൈറ്റ് പോകും. എന്തിട്ട് നീ ഒന്ന് പോയി അന്വേഷിച്ചു ചേർച്ചാ. നീ ഇപ്പോൾ 2 ചീത്ത പറ. What the fuck is this? All are waiting here for a long time. I have a patient here. എന്താ പറയാ, ഡിസേബിൾഡ് പേഷ്യന്റ്. അതല്ലേ പോകത്തെ എയർ ഓഫീസൊക്കെ വന്ന. അങ്ങനെ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഒരു ചേട്ടൻ ഓടി വന്നു. ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാൾ, പാവം ആൾ ഓടി വന്നിട്ട് എന്നെ എന്താ നല്ല വലിയ ലോങ് ക്യൂ ആയിരുന്നു. ഞങ്ങള് ഇത്ര നേരം നിക്കണമല്ലോ തന്നെ വിചാരിച്ചിട്ട്, പക്ഷെ പെട്ടെന്ന് ഞങ്ങളെ പിടിച്ചോണ്ട് വന്നിട്ട് ടിക്കറ്റ് ഒക്കെ വാങ്ങിച്ചു. ആള് പെട്ടെന്ന് വേറെ സ്പെഷ്യൽ സാധനം ക്യൂ ഒന്നും നിന്നില്ല. പെട്ടെന്ന് ഞാനും അപ്പൊ പിന്നെ നീ കണ്ണു കാണാൻ ആൾക്ക് മനസ്സിലായിരുന്നു പാവം. അപ്പൊ ഈ ഫ്ലൈറ്റിൽ നമുക്ക് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ആയിട്ട് തന്നു. ഞങ്ങൾക്ക് ഭയങ്കര ക്യൂ ആയിരുന്നു. എന്നിട്ട് ആ ക്യൂ നമ്മളിപ്പോ ഫ്ലൈറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് കയറും. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഹർഷപ്പോ ഭയങ്കര അപ്പൊ ഞാനിപ്പോ കണ്ണൊക്കെ ശരിക്കും കണ്ടു കാണാൻ. അപ്പൊ ഞങ്ങൾ അങ്ങനെ കണ്ണു കാണാത്തത് കൊണ്ട് എല്ലാവർക്കും ഇതന്നെ ഇറക്കിയാൽ മതിയായിരുന്നു. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. കാരണം ഫ്ലൈറ്റിൽ കയറി ഒരു ഐ ഡ്രോപ്പ് ഉണ്ടായിരുന്നു, അത് ഒഴിച്ചു. ഇനിയും ഐ ഡ്രോപ്സ് ഉണ്ട്. പുറമെ ഒഴിച്ചാൽ ഇത്തിരി വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല, എനിക്ക് തോന്നുന്നു നല്ല ഈവനിങ് വൈബാണ് തോന്നുന്നു അല്ലേ? നല്ല സൺസെറ്റ്സ് ആണ്. എവിടെന്നോ കണ്ടു ഞാൻ. ഒരാൾ ഉറങ്ങി കിടക്കുമ്പോഴേക്കും ഓടി കയറി പിടിക്കാൻ വന്നിട്ട് എങ്ങനെയെങ്കിലും ആ ഫ്ലാറ്റിലെത്തി എങ്ങനെയെങ്കിലും അത് കിടന്നാൽ മതിയാണ് എനിക്ക് തോന്നുന്നത്. ഉറങ്ങി ഞാൻ മടുത്തു. പക്ഷെ പിന്നെ ഉറങ്ങണം. ഞാൻ നോക്കുമ്പോ ഫുൾ ടൈം ഇരുന്ന് ഉറങ്ങണം. എന്റെ കുറ്റം പറയാ. പിന്നെ ഒരാൾ കണ്ണില്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, കണ്ണടക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ കണ്ണിങ്ങനെ പറയാം ഉറങ്ങുന്നു. അപ്പൊ ഞാൻ ഉറങ്ങും. അങ്ങനെ നമ്മൾ ചെന്ന് കഞ്ഞിയൊക്കെ കുടിക്കാന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത്. കഞ്ഞി കുടിച്ചിട്ട് ഐ ഡ്രോപ്സ് ഉണ്ടാവും, അതൊക്കെ ഒഴിച്ച് നമ്മൾ വീണ്ടും ഉറങ്ങുന്നു. ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം. ശരിയായിട്ടാ. ഫുൾ ടൈം മരുന്നൊഴിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു. ഫുഡിന്റെ കുറവ് ഞാൻ വരുത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെ. അപ്പൊ ഇനി ചിലപ്പോൾ ആരെങ്കിലും കാണാൻ വരുമായിരിക്കും. അവർക്ക് നമ്മൾ കൊടുക്കും ഡ്രസ് ലെച്ചേഴ്സ്. നമുക്ക് വേണ്ടാത്ത ഡ്രസ് ലെച്ചേഴ്സ് നമ്മൾ അവർക്ക് കൊടുക്കും. അതുണ്ടാകുന്ന ഒരു സ്പെഷ്യൽ. പക്ഷെ ഇതില്ലേ, ഫ്രീസ് ചെയ്ത് കഴിക്കണമെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതാ കൊടുക്കണം. ഞാൻ ആരുടെയൊക്കെ പറഞ്ഞു, വാ ബാംഗ്ലൂരിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. മതിയാ, ലൈറ്റ് ഓഫ് ചെയ്തോ. ആബ്സെന്റ് ജോണി എന്ത് ചെയ്യുന്നു? ഞങ്ങൾ വീട്ടിലെത്തി. ഇപ്പോൾ കഞ്ഞി ഇപ്പോൾ ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നു. കഞ്ഞിയും അച്ചാറുമാണ് ഇന്നത്തെ നമ്മുടെ
ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് കണ്ണിന് ഹീലായി വരുന്നുണ്ട്. ബെറ്റർ ദാൻ ഇന്നലേക്കാളും നാളെയും ഇതിനേക്കാളും ബെറ്റർ ആവും എന്നുള്ള പ്രതീക്ഷയെ നമ്മൾ കഴിക്കുന്നു. പിന്നെ നമുക്ക് ഗസ്റ്റ് ഉണ്ട് ഇവിടെ. എന്നെ കാണാൻ വന്ന ഗസ്റ്റുകളാണെന്ന് പറയുന്നു. ഗസ്റ്റിനെ കാണിച്ചു കൊടുക്കുക. എന്നാൽ എന്റെ കഞ്ഞീന്ന് എടുത്ത് തിന്നു. ഹായ്. നിനക്ക് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണി തിന്നിട്ട് വരാം. കഞ്ഞി കുടിച്ചപ്പോ ഒരു റിലാക്സേഷൻ ഉണ്ട്. പക്ഷെ കണ്ണിന് ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ വരിക. ഈ കഞ്ഞി കുടിക്കുമ്പോൾ വിഷമിച്ചിട്ടാണ്. അതാണ്. നാളെ ആകുമ്പോഴേക്കും ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നും കുളിയൊന്നും ഇല്ല. ഒരാഴ്ച കുളിക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ. അതിപ്പോ ലാഭമില്ലേ? അതൊന്നും കുളി. പക്ഷെ നാളെ കുളിക്കാൻ പറ്റും തോന്നണില്ല. നാളെ കുളിക്കണ്ട, ഒരാഴ്ച കഴിഞ്ഞ് കുളിക്കുന്നതായിരിക്കും നല്ലത്. കുളിക്കാണ്ട് പറ്റില്ല. നമ്മള് തറവാടില്ല. കണ്ണ് വേണോ കുളി വേണോ നിനക്ക്? പാറക്കാടൻ കുളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കാര്യമില്ല. തൃശ്ശൂർ എവിടാന്നൂടെ പറ. ബീച്ച്. ഏത് ബീച്ച്? മറ്റേ സ്ഥലം. മറ്റേതൊന്നല്ല. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് കുളിക്കണതിന് മുന്നേ കുളിക്കാൻ നോക്കും. പിന്നെ എന്തൊക്കെയോ പറഞ്ഞായിരുന്നല്ലോ, വെള്ളം തൊടിയിക്കരുത്, ഒരാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ്, സ്ട്രീറ്റ് കിടക്കണം, പുറത്ത് പോരുത്, വെള്ളടിക്കരുത്. അങ്ങനെ വെള്ളടിയല്ല, വെള്ളടിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ എന്ന് വർഷം പറഞ്ഞു. നോ ഡ്രിങ്കിങ്, നോ സ്മോക്കിംഗ് ഫോർ 1 week, അറ്റ്ലീസ്റ്റ് 1 week. അപ്പൊ നമുക്ക് ആ സ്വഭാവം ഇല്ല. നമ്മള് തറവാടി. അപ്പൊ നമുക്ക് അതിന്റെ കുഴപ്പമില്ല. അതുപോലെ നീന്താൻ പാടില്ല. അതാണ് എന്റെ പ്രശ്നം. എല്ലാ ദിവസവും നീന്തണ ഒരാളാണ്. ഡൈവിംഗ് ചെയ്യാൻ, മെർമെയ്ഡ് ഡൈവിംഗ് ഒക്കെ പഠിച്ച ഞാൻ സ്കിൽ പുറത്തെടുക്കാൻ പറ്റാതിരിക്കുന്നു. അപ്പൊ സ്കില്ല് പുറത്തെടുക്കാൻ പറ്റാത്ത ഒരു സങ്കടം ഉണ്ട്. കുഴപ്പമില്ല, 1 മാസം കഴിഞ്ഞ് HD നമുക്ക് താഴെ പോയി കാണാം. ഏത് HD ക്വാളിറ്റി. അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങും, നമ്മൾ എണീക്കും. നമുക്ക് ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം. ഹലോ, ഇത് ഞാൻ വാങ്ങിച്ചിട്ട് 2-3 മാസമായി ലിറ്റിൽ ഹാർട്ട്സ്. ഇത് ഞാൻ ഇപ്പൊ പൊട്ടിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ അകത്ത് ഒരെണ്ണേ ഉള്ളൂ. അതെനിക്കറിയില്ല, അത് അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇത് ഓർമ്മ തന്നെയല്ലേ? കാണാനില്ല. ഒരൊറ്റ ലിറ്റിൽ ഹാർട്ട്സ് ആണ് ഈ ഒരു ഫുൾ പാക്കറ്റിൽ എനിക്ക് കിട്ടിയത്. ഇതാണ് കഴിക്കണം. ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ട് സ്വന്തം വായിലോട്ട് വെക്കണേ. അവിടെ നമ്മൾ കുളിച്ചിട്ട് ഇപ്പൊ 3 ദിവസമായെന്ന് തോന്നുന്നു. ദാറ്റ് ഈസ് ഓക്കെ. ഇന്ന് നമ്മൾ കുളിക്കുന്നതാണ്. ഒരാഴ്ചക്ക് കുളി നനയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ കുളിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ കണ്ണു മൂടി കെട്ടിയിട്ട് താഴത്തോട്ട് ഇത്തിരി കുളിക്കാന്ന് വിചാരിക്കും. അപ്പൊ മുടി ഇപ്പൊ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മുടി കെട്ടിക്കഴിഞ്ഞാൽ കുളിക്കും. അപ്പൊ ഇവരൊക്കെ കൂടുതൽ ചാടണം എന്ന് പറയുന്നു. പക്ഷെ എനിക്ക് ചാടാൻ പറ്റില്ല. 1 മാസം കഴിഞ്ഞാലാണ് ഇനി എന്റെ ഡൈവിംഗ് സ്കില്ലൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് കുറച്ച് നേരം വെച്ചോ ഇഷ്ടപ്പെട്ടാണ് പാട്ട്. ഡൈവ് മാത്രല്ല, മെർമെയ്ഡ്, ഫ്രോഗ്. അപ്പൊ പപ്പ പറയാം, മോളെ ബട്ടർഫ്ലൈ എടുത്തിട്ട് പഠിക്കും. പപ്പയ്ക്ക് ഇതൊന്നും അറിഞ്ഞൂടാലോ. അങ്ങനെ നമ്മുടെ മുടി കെട്ടി 1 2 അതെ 1 2 അടിച്ചേനി. അല്ല, നമ്മളത് പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അത് 1 മാത്രമേ ഉള്ളൂ. ക്യൂട്ടായോ? ഇത് മറ്റോളുടെ പോലെ ഒരു ഭ്രാന്തുള്ളതാണല്ലോ. ഫോട്ടോ കമ്പയർ ചെയ്താ. അതെ 2 സൈഡിലോ അങ്ങനെ തന്നെ. ലുട്ടാപ്പയുടെ ഇങ്ങനെ ഇത് സ്റ്റൈലാ. അതെ, കൊല്ലാൻ പോണം. We are having ice cream. അപ്പൊ നമ്മളിന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടു. അത് ഞാനല്ല, അത് ഹർഷയാണ്. ഫോൺ നോക്കാതെ ഇപ്പൊ എത്രാമത്തെ ദിവസമായി? 3 ഒന്നും ആയിട്ടില്ല. സാറ്റർഡേ, സൺഡേ, മൺഡേ 3 അല്ലടാ പൊട്ട. സാറ്റർഡേ ഉച്ച തൊട്ട് സൺഡേ ഉച്ച വരെ 1 day, സൺഡേ ഉച്ച തൊട്ട് മൺഡേ ഉച്ച വരെ 2 day ആയിട്ടുള്ളൂ.
2 days ആയിട്ട് ഫോൺ ഞാൻ നോക്കിയിട്ടേ ഇല്ല. സോ നിങ്ങൾ എന്നോട് ചോദിക്കുക എങ്ങനെയുണ്ട് ആ ഫീലിംഗ് എന്ന് ചോദിക്കുക. ഞങ്ങളുടെ സ്ക്രീനിലൊന്ന് എത്തി നോക്കണ ആളോട് എങ്ങനെന്ത് പറയാനാ? ഇല്ല, നിങ്ങളും അങ്ങനെ ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കുറെ സമയം ഉണ്ടാവും നമുക്ക്. കൊറേ സമയം ഉണ്ടാവുന്നു. ഇന്ന് എത്ര നേരം കിടന്ന് ഉറങ്ങിയെന്ന് അറിയോ? ഇന്ന് എത്ര നേരം ഉറങ്ങിയിട്ടുണ്ടാവും ഒരു മനുഷ്യൻ? ഞാൻ അതുകൊണ്ട് ഞാൻ കുറെ നേരം ഉറങ്ങി. ഓൾമോസ്റ്റ് എത്ര ഹവേഴ്സ് ഉറങ്ങി? കൊറേ സമയം ഉണ്ടാവും പറഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴും പോയപ്പോഴും എങ്ങോട്ടാ? ഐസ്ക്രീം പോക്കാണ്. പോക്കാണല്ലോ. അയ്യേ ചാറായി വായിൽ വെച്ച് കൊടുക്കുന്ന പറഞ്ഞോണ്ട് ഞാനൊന്നും വാ തുറന്നൊന്നുമില്ല. അത് ഈ വീഡിയോയിലുണ്ട്. ഇല്ല, ഞാൻ ശരിക്കും വാ തുറന്നില്ല. മതി, നിങ്ങൾ എന്നെ കളിയാക്കിയത് മതിയുടെ. ഇനി ഒരു ഫോട്ടോ കഴിച്ചാട്ടാ. പേടിക്കണ്ടേ നോക്ക്. ഐസ്ക്രീം നാക്ക്. ഐസ്ക്രീം കൊടുക്ക് തിന്നണ്ടേ? ഇനി ഫോട്ടോ എടുക്കേണ്ടത്. അതൊക്കെ എടുക്കണ്ട്. ഹലോ, ഇന്നിപ്പോ കുളിയൊക്കെ കഴിഞ്ഞു. ഇന്നാണ് ഇപ്പൊ 2 ദിവസത്തിന് ശേഷം ഇന്നാണ് ഒന്ന് കുളിച്ചത്. കുളി കഴിഞ്ഞു, മരുന്നൊക്കെ ഒഴിച്ചു, എല്ലാം കഴിഞ്ഞു. മുടിയൊക്കെ ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക. അപ്പോൾ കുറച്ച് സന്തോഷം, കുറച്ച് കംഫർട്ട്. പിന്നെന്താ, ഇന്ന് കുറച്ചും കൂടി ഓക്കെ ആയെന്ന് എനിക്ക് തോന്നുന്നു. നാളെ എന്തായാലും ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ കുറച്ചുകൂടി ഓക്കെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് സെക്കൻഡ് ഡേ അല്ലേ? സെക്കൻഡ് ഡേ ആഫ്റ്റർ സർജറി. നാക്കിലൊക്കെ ഭയങ്കര കയ്പ്പ്. മേ ബി ബിക്കോസ് ഓഫ് ദിസ് മെഡിസിൻസ് ആൻഡ് ഓൾ, അല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഓറഞ്ച് കഴിച്ചു. നിനക്കില്ലല്ലോ ഓറഞ്ച് കഴിച്ചിട്ട്? ഓറഞ്ചിനാണെങ്കിൽ എനിക്ക് മരുന്നിൻ്റെ കയ്പ്പായിരിക്കും, എനിക്ക് അറിയത്തില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കുളിയൊക്കെ കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം, ഒരു റിഫ്രഷ്മെൻറ്റ്. പിന്നെ നമുക്ക് കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ് എവ്രി വൺ. എന്തൊരു സുഖം, രാവിലെ തൊട്ട് രാത്രി വരെ ഉറക്കം. നമുക്കെല്ലാം കൈയെത്തുന്ന രീതിയിൽ പറഞ്ഞു. ഞാനിപ്പോൾ ആക്ച്വലി വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. എടുക്കണ്ടെന്ന് വിചാരിച്ചു ഉറങ്ങാൻ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും റെക്കോർഡ് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ച് 2-3 തവണ ഹർഷനെ വിളിക്കാൻ സിറിയോട് പറഞ്ഞു. സിറി ഹർഷ മോം ഞാൻ പറഞ്ഞു കോൾ ഹർഷ. അപ്പൊ കോളിങ് ഹർഷ മോം. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, വെറും ഹർഷ. എന്നിട്ട് ഹർഷനെ പിന്നെ ഞാൻ പോയി വിളിക്കേണ്ടി വന്നു. സിറി വിളിച്ചെന്നില്ല. നമുക്കിവിടെ എല്ലാം വെള്ളം ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാം കൈയെത്തും ദൂരത്ത് ഞാൻ വെച്ചിരിക്കുകയാണ്. ഇവിടെ വെള്ളം, പിന്നെ ഇവിടെ AC റിമോട്ട്, ഫാൻ്റെ റിമോട്ട്, വൈപ്സ്, ടിഷ്യൂ, 2 ഫോൺ എല്ലാം ഞാൻ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്ന് എടുക്കാൻ വേണ്ടി. ഭയങ്കര കയ്പ്. സോ സീ യു ടുമോറോ. ഗുഡ് നൈറ്റ്. ഏതാണോ അത്രേ ഉള്ളൂ. ഹലോ, ഇന്നിപ്പോ ഡേ 3. ഇന്നിപ്പോ ട്യൂസ്ഡേ ആയി. അതായത് ഡേ 3 ആണെന്നാണ് എന്റെ വിഷയം. ഇന്ന് എനിക്ക് കുറച്ചും കൂടി നല്ല പോലെ കാണാൻ പറ്റും. അതായത് കണ്ണ് എന്റെ തുറക്കത്തില്ലായിരുന്നു ഇന്നലെ ഒന്നും. കണ്ണ് താഴെ തുറക്കും, പക്ഷെ മുകളിലോട്ട് ഇങ്ങനെ തുറക്കാൻ പറ്റത്തില്ല. ഇന്ന് പക്ഷെ എന്റെ കണ്ണ് നല്ലപോലെ തുറക്കുന്നുണ്ട്. ലൈറ്റ് ഒന്നും എനിക്ക് അത്ര പ്രശ്നമില്ല. പിന്നെ വായിക്കാൻ ഇപ്പോഴും ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അത് ഇന്ന് എന്തായാലും ഒരു 5:30 ശേഷം നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകും. നീ എന്ത് തേങ്ങ ബാക്കി ഒന്ന് കാണിക്കും? വായിക്കാൻ അറിയാത്തോട്ടാ. അല്ല കണ്ടു കാണാത്തോണ്ടല്ല, കൂട്ടി വായിക്കാൻ അറിയാം നിനക്ക്. നമുക്കൊക്കെ അക്ഷര വിദ്യാഭ്യാസത്തിൽ കൂടുതലാണ്. ഇവിടെ പഠിച്ചേ? വിദ്യാപീഠം CBSE സ്കൂൾ തൃശ്ശൂർ. CBSE. ഓക്കെ, അപ്പൊ ഇന്ന് ഇനിയിപ്പോ എന്താ പ്രശ്നം? എന്താ പറയാവുന്നത്? ഇന്നെന്താ പ്രശ്നം? ബിരിയാണി. അതാണ്. അപ്പോൾ 5:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണാൻ പോകും. അപ്പൊ എന്റെ കണ്ണിന്റെ ഉള്ളിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഒരു ലെൻസ് വെച്ചിട്ടുണ്ട്. അതവര് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും കണ്ണ് ഓക്കെ ആവും. എനിക്ക് കണ്ണിന് അത്ര കുഴപ്പം തോന്നണില്ല. ബുദ്ധിമുട്ട് ഇന്നലത്തെക്കാളും ബുദ്ധിമുട്ടില്ല, പക്ഷെ സ്റ്റിൽ ഒരു ഹെവിനെസ് എന്തോ ഒരു ഫീൽ ഉണ്ട്. അപ്പൊ ഞാൻ രാവിലെ തൊട്ട് ഇന്നിപ്പോ രാത്രി ഇന്നിപ്പോ ഉച്ചയ്ക്ക് 2 മണി 3 മണി അതുവരെ ഞാൻ കിടന്നുറങ്ങി. എന്നിട്ട് നമുക്ക് ഇപ്പൊ ഹോട്ട് ബോക്സ് രാത്രി മുതൽ ഉറങ്ങി. എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ ഫുൾ ടൈം ഉറങ്ങി. ഞാൻ എന്നിട്ട് കഥകളൊക്കെ യൂട്യൂബിൽ കഥകളൊക്കെ സൈഡിൽ വെച്ച് കേട്ട് ഞാൻ ഉറങ്ങി. നമുക്ക് എന്നിട്ട് ഹോട്ട് ബോക്സിൽ ബിരിയാണി ഞാനിത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇനി അത് കഴിക്കാം. എന്നിട്ട് വയ്യ അതെ. എന്നാലും ഞാൻ പറയുന്നത് ഈ സ്നേഹത്തോടെ എനിക്ക് കൊണ്ടുവന്നതാണ് ഞാൻ. കഷ്ടപ്പെട്ട് ഇതൊക്കെ അരിഞ്ഞ് കണ്ണില്ലാഞ്ഞിട്ട് അരിഞ്ഞിരിക്കുന്നുണ്ട്. കണ്ടില്ലെങ്കിൽ ഞാൻ അത് അരിഞ്ഞു. അല്ല, ഞാൻ രാവിലെ പറഞ്ഞിട്ട് പോയി സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ടേബിൾ രാവിലെ മര്യാദയ്ക്ക് അരിയാൻ പറഞ്ഞൂടാ. ഇന്നലെ വരെ അങ്ങനെ പറഞ്ഞില്ല. നാളെ അവള് പറയാം അടിച്ച് തുറച്ച് ക്ലീൻ ആക്കിയിട്ട്. അല്ല, ഞാൻ വിചാരിച്ചത് അവൾക്ക് എന്തായാലും ബോറടിക്കും. ആര് പറഞ്ഞു? ഞാൻ ഉറങ്ങി സന്തോഷിക്കുക. അല്ല, എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഇടയിൽ എനിക്കൊരു ഹെൽപ്പ് കൂടി ആവുമല്ലോ. നാളെ പറയാം. നാളെ ഇവിടെ കണ്ണ റെഡിയായാലും ഇവള് മാറ്റത്തില്ല. ഇത് തന്നെ വെച്ചോണ്ടിരിക്കും. കണ്ണ റെഡിയായാലും ഇവള് ഇങ്ങനെ ഇരിക്കും. ഇവള് പറയാ
ഇന്ന് ഡോക്ടറെ അടുത്ത് ചോദിക്കണം നിനക്ക് വായിക്കാം അവളുടെ റെക്കോർഡ് എനിക്ക് തരാൻ. ഗുഡ് ഐഡിയ. അപ്പൊ ഞാൻ എനിക്ക് ഡോക്ടർ പറയണം ഒരിക്കലും സ്ട്രെസ് എടുക്കരുത്. രക്ഷപ്പെട്ടു. എന്തും പോയാൽ ഇവിടെ ഒരു തേടി കഴിക്കും. My God, this is so nice. Biryani is my favorite. Thank you, Anantu. Thank you, Anantu, for your കോർപ്പറേഷൻ for your kindness, for your love. അപ്പൊ ഒരു വയ്യാത്ത ഒരാളെ കാണുമ്പോ നീ എല്ലാ ദിവസവും ഇങ്ങനെ വേണം വരാൻ. മുതലാവും കാണാൻ പറ്റുന്നത്. ഇല്ല ഇനി വരും. എന്നിട്ട് ഞാൻ തന്നെ തിന്നും. അത് ഇനിയിപ്പോ ഇതൊന്നും തിന്നില്ലേ? തമ്പുരാട്ടിക്ക് വേണം മൊത്തം. ഞാൻ ഇന്ന് വയ്യാത്ത ഒരാളാണ്. സ്വന്തമായിട്ട് ബിരിയാണി പറഞ്ഞ അർച്ചയും കൂടി വരണ്ട. അവൾക്കും കൂടി നിനക്ക് പറയാൻ. അവൻ എന്തായാലും ഒരു ബിരിയാണി കൊണ്ടുപോയി നമുക്ക് രണ്ടുപേർക്ക് ആണല്ലോ അത് കഴിക്കും. ഞാൻ മൊത്തം തിന്നില്ലല്ലോ. പിന്നെ രണ്ടെണ്ണം പറഞ്ഞ് ഇവൻ മേടിച്ചില്ലെങ്കിലോ? ഇനി അത് മനസ്സിലാക്കുക ഹർഷ. ഹലോ, സോ ദിസ് ഡേ 3. ഇപ്പൊ ഞാൻ ക്ലാസ് മാറ്റി കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് I could see everything and I'm so happy. അതായത് ലെൻസ് ഇല്ലാതെ കണ്ണട ഇല്ലാതെ എനിക്ക് കാണാൻ പറ്റണം എന്ന് ഇത്ര നാള് മുതൽ ഇങ്ങനെ ആഗ്രഹിച്ചാന്നറിയോ. അതായത് ഞാനൊരു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു തവണ ഞാൻ ലെൻസ് വെച്ചിട്ട് മറന്നുപോയി. എന്നുവെച്ചാൽ ലെൻസ് കണ്ണട ഞാൻ മറന്നുപോയി. എന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. രാവിലെ നേരം നീ ഒന്ന് ചിരിക്കണേ. രാവിലെ നേരം വെളുത്തിട്ട് ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോ എനിക്കിതെല്ലാം കാണാൻ പറ്റും. അപ്പൊ ഞാൻ വിചാരിക്കാണ് അയ്യോ മാജിക്. ഞാൻ ശരിക്കും ഞാൻ പ്രാർത്ഥിക്കുക എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയില്ലെന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഇങ്ങനെ നടക്കുക. അപ്പൊ ഞാൻ കലണ്ടർ എണീറ്റപ്പോ ഞാൻ കലണ്ടർ കണ്ടു. അപ്പൊ ഞാൻ കലണ്ടർ നോക്കിയപ്പോ അതെല്ലാം എനിക്ക് വായിക്കാം, ഇന്നത്തെ ഡേറ്റ് ഒക്കെ എനിക്ക് വായിക്കാം. എന്നിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ നടക്കുന്നു, എണീക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. ഇത് വല്ലാത്തൊരു അത്ഭുതമാണല്ലോ. പിന്നെയാണ് മനസ്സിലായത് ട്രാൻസ്പെറന്റ് ലെൻസ് ആയിരുന്നു. അപ്പൊ അത് കണ്ണിന്റെ അകത്ത് തന്നെ ഇരുന്നിട്ട് ഉറങ്ങിപ്പോയി രാത്രി. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയൊന്നും സംഭവിക്കില്ല, എന്തെങ്കിലും ഒരിക്കലും ഇങ്ങനെ സംഭവിക്കും എന്ന് ഞാൻ ആഗ്രഹിച്ചു. ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് കണ്ണടയും ഗ്ലാസും ലെൻസും ഒന്നും ഇല്ലാതെ കാണാൻ പറ്റുന്നതിൽ ഐ എം സോ ഹാപ്പി. പിന്നെ ഇന്നലെ ആണെങ്കിൽ കണ്ണ് ചെറുതായിട്ട് കാണാൻ പറ്റും, പക്ഷെ കണ്ണ് തുറക്കാൻ പറ്റില്ലായിരുന്നു. കണ്ണിങ്ങനെ കുറച്ച് തുറക്കുമ്പോൾ തന്നെ അടഞ്ഞു പോകും. ഇന്ന് എനിക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കാണാം. ലൈറ്റ് ഒന്നും അത്ര സെൻസിറ്റീവ് അല്ല. അത് ലൈറ്റ് ഉള്ളപ്പോൾ എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കാണ്. അപ്പൊ എനിക്ക് വീണ്ടും സന്തോഷം, എന്റെ ആഹ്ലാദം അറിയിക്കാൻ വേണ്ടി വീഡിയോ എടുത്താണ്. ഇപ്പൊ ഞങ്ങള് ഒന്ന് ഡോക്ടറെ പോയി കണ്ടിട്ട് ഉള്ളിലുള്ള ബാൻഡേജോ സംതിങ് എന്തോ ആ സാധനം റിമൂവ് ചെയ്തിട്ട് പിന്നെ എന്താ പറയാനുള്ളതെന്ന് അറിയില്ല. ഇപ്പോഴും ഫുള്ള് എനിക്ക് കാണാനൊന്നും ഇല്ല. അതായത് ചെറിയ ബ്ലർനെസ് ഒക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ വായിക്കാനൊക്കെ പറ്റും. എന്തൊക്കെയോ ഒരു ബ്ലർനെസ് ഉണ്ട്. അപ്പൊ അതും കൂടി മാറിപ്പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പോയി നമുക്ക് ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് കാണാം. ഇനി എടാ എന്തെങ്കിലും വായിക്കാൻ പറയാം, വായിക്കാം. ഞാനിപ്പം നീ എന്റെ ക്യാമറ ഓഫ് ചെയ്തോ? ഇല്ല, ക്യാമറ ആണോ? അയ്യോ അതൊന്നും വായിക്കാൻ അവിടെ ഒരു സാധനം വെച്ചു. അല്ലാത്തത് വാണ്ട് മോർ ഹോട്ട് ബോക്സ് ഗൈസ്, അത് എവിടെ നിന്ന് വായിക്കുന്നതെന്ന് കണ്ടോ? ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വായിച്ചിട്ട് മര്യാദക്ക് മനസ്സിലാവില്ല. അത് ഗ്രീനസ് സ്റ്റുഡിയോ നേച്ചർ നിനക്ക് പറ്റിയൊരു സാധനം ഞാൻ മനസ്സിലാവും. അത്ര വായിച്ചാൽ മതി. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത്ര വായിച്ചാൽ മതി. ഇവിടെ നിൽക്ക്. അത്രയും കാണിച്ചില്ല. ഇത്രയും കാഴ്ചമാണ്. അതൊന്നും വായിക്കാൻ പറ്റുന്നില്ല. വായിക്ക് ഇല്ല, 2 സ്റ്റാർ മാത്രം കാണാനുള്ളൂ. ഇവിടെ നിന്ന് പവർ, സേവിങ്സ്, പിന്നത്തെ കാണാനില്ല. ഗൈഡ് അത്രയും ഓക്കെ. ഇതൊക്കെ ഇതിന്റെ താഴത്തൊക്കെ ബ്ലാക്കിലുള്ളത് അത്ര കാണാം എന്നുവെച്ചാൽ കാണാം, പക്ഷെ ബ്ലറാ. അത് നമുക്ക് ഇന്ന് ആ സാധനം ചെയ്ത് നോക്കാം. ബാൻഡേജ് അഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. മുടി കെട്ടണ്ടേ? കണ്ണിന് അത്ര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇറിറ്റേഷൻ ആൻഡ് ഡിസ്കംഫേർട്ട് ഒക്കെ മാറി. എന്നാലും എന്റെ കണ്ണ് വെച്ചാണ് എനിക്ക് ഇത്രയും കാണാൻ പറ്റുന്നത്. അതേപോലെ എനിക്കത് വായിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഐ എം സോ ഹാപ്പി. Oh my God. Getting ready. മുടിയുണ്ട്. ഇതേപോലെ പറഞ്ഞാ കേൾക്കാത്തൊരു മുടി. ദേഷ്യം ഇതിനകത്ത് കിട്ടാൻ നാച്ചുറൽ മുടി. ഭയങ്കര സുഖമാണ്. റൂട്ടീന്ന് എടുക്കാൻ എന്ത് പാടാ. ചകിരി പോലും ഇതിനൊക്കെ നല്ലതാ. അയ്യോ ഹച്ചി വരുന്നുണ്ട്. ഹച്ചിക്കല്ലേ മുടി മൊത്തം പറയാം. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ ഇപ്പൊ ഇരുന്ന് ഏതായിരുന്നു കണ്ടത്? ഫൈനൽ ഡെസ്റ്റിനേഷനിൽ ഒരു ലാസിക് സർജറിയുടെ ഒരു സാധനം കാണിക്കുന്നുണ്ട് എന്റെ പൊന്നു മക്കളെ. അത് ഞാനന്ന് കണ്ടില്ല. അത് ഇവരൊക്കെ കണ്ടപ്പോൾ ഞാനന്ന് കണ്ടില്ലായിരുന്നു. അത്
കാരണം അത് കണ്ടിട്ട് പിന്നെ സർജറി കയറുമ്പോ അത് ഓർമ്മ വന്നാലെന്ന് വെച്ചാൽ അന്ന് കണ്ട് നമ്മള് ഞാൻ കണ്ടില്ല. നീ കണ്ണടച്ചു കണ്ടെന്ന് പറഞ്ഞ് ഞാൻ കണ്ണടച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ വെറുതെ ഇരുന്നപ്പോ യൂട്യൂബിൽ എന്തോ ഓണായിരുന്നു. ഞാൻ നോക്കുമ്പോ തന്നെ ഈ സാധനം വന്നിരിക്കണു. റിമോട്ട് നോക്കിയിട്ട് കാണാനും ഇല്ല. എന്റെ ഞാൻ കണ്ണടച്ചിട്ടാണ് അത് ഓഫാക്കി കളഞ്ഞത്. എന്നിട്ട് ഇന്ന് ഞാനപ്പോ ഇതൊന്ന് കാണാന്ന് വിചാരിച്ചു. അന്ന് തൊട്ട് എനിക്ക് കൊതിയായിരുന്നു ഇത് സർജറി കഴിഞ്ഞിട്ട് കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഇന്ന് ഞാൻ അത് കണ്ടു. എന്റെ പൊന്നു ദൈവമേ, അത് കഴിഞ്ഞിട്ട് എന്താ ഹർഷ കണ്ടിട്ടില്ലേ അത്? ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതാണോ കണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനൊരു ദിവസം നമ്മൾ സർജറിക്ക് പോണതിന് മുമ്പ് ഞാൻ ഇതെല്ലാം എടുത്ത് കണ്ടായിരുന്നു, 2-3 സാധനം. ഞാൻ പിന്നെ പറയാതിരുന്നതാ. എന്നിട്ട് ആ ഐബോള് നിലത്തിലുള്ള അരഞ്ഞൊക്കെ പോയിട്ട് ദൈവമേ ആലോചിക്കാൻ വയ്യ എനിക്കത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി എന്താണ് ഒരു ട്രാൻസ് PRK ആണല്ലോ ഞാൻ ചെയ്തത്, അതിനകത്ത് എന്താണ് ഇവർ ചെയ്യുന്നതെന്നുള്ള ഒരു പ്രൊസീജിയർ കണ്ടു. അത് കണ്ടിട്ട് എന്റെ കിളി പോയി. ഇതാണോ ചെയ്തത് എന്ന് ഞാൻ ആലോചിച്ചു പോയി. അതല്ലാതെ പണ്ട് ഇത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി ഇല്ലാത്ത സമയത്ത് മുന്നേ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് അത് കാണിക്കണേ, കണ്ണ് തുറന്ന് വെക്കുന്നത് തന്നെ നമുക്ക് പേടിയോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം ഇട്ടിട്ട് ഇങ്ങനെ കറക്കുന്നു. പിന്നെ എനിക്ക് ഓൾറെഡി അവർ പറഞ്ഞായിരുന്നു ആ ഫ്രണ്ടിന്റെ ടിഷ്യൂ അവർ സ്ക്രാച്ച് ചെയ്ത് കളയുന്നു. അത് പറഞ്ഞപ്പോഴും ചെയ്തപ്പോഴും എനിക്ക് അത്ര ബോധമില്ലാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ കണ്ടപ്പോ ചുരണ്ടി അപ്പൊ എനിക്ക് ആ ടിഷ്യൂ ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്ക്. ടിഷ്യൂ ഇല്ലാത്തവളാണ് ആബ്സെന്റ് ജോൺ. ടിഷ്യൂ ഡാമേജ്ഡ് പീസ് ആണല്ലോ. കുഴപ്പമില്ല, ടിഷ്യൂ വരാൻ 3-4 ദിവസം എടുക്കൂടെ. ഇപ്പൊ ചിലപ്പോ തിരിച്ചു വരുമോ? ആ, പക്ഷെ എന്നാലും സെക്കൻഡറി അല്ലേടാ. അതെ, ഫ്രഷാ എന്റെ. നിങ്ങളുടെയൊക്കെ പണ്ടത്തെ ഫ്രഷ് ടിഷ്യൂ എല്ലാം ഫ്രഷ്. അപ്പൊ ടിഷ്യൂ ഇങ്ങനെ പോയിട്ട് ആ ടിഷ്യൂ റീബിൽഡ് ചെയ്ത് വരാൻ ഒരു 2-3 ഡേയ്സ് എടുക്കും. അതിന്റെ പെയിൻ ആയിരുന്നു. ഇപ്പൊ അത് റീബിൽഡ് ചെയ്ത് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ണാടി എന്തി? കണ്ണാടി അവിടെ ഊരി ജോണിക്ക് എടി കളിക്കരുത്. ഈ മുടിയെന്നൊക്കെ ഉള്ള പൊടികളൊക്കെ ഡസ്റ്റ് പിന്നെ താരനൊക്കെ ഉള്ളതല്ലേ നിനക്ക്. നീ എന്താ ഇങ്ങനെ കാണിക്കണേ? ഇപ്പഴാണ് ആബ്സെന്റ് ജോണി. ആബ്സെന്റ് ജോണി Someone please give me a hand. ആബ്സെന്റ് ജോണി എന്താണ് കഴിക്കുന്നത്? We are having kubaba mandi. ഇതെന്താണ്? ഇതെന്താണ്? ഏതാണ്? എന്ത് മന്തി? അസ്തഫർലല്ല, അൽഫസലു. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കണ്ണിന് വയ്യെങ്കിലും തീറ്റയ്ക്ക് ഒരു കുറവും അന്നത്തെ ദിവസം തൊട്ട് വരുത്തിയിട്ടില്ല. അത്രയുള്ള എല്ലാവരും എന്നെ നോക്കുകയാണ്. ഈ പാതിരാത്രിക്ക് ഞാൻ എന്താ സൺഗ്ലാസസ് വെച്ച് വന്നു. പക്ഷെ നമുക്ക് ഇൻഫെക്ഷൻ ആവരുത്, അതാണ് മുഖ്യം. എന്നാ വീട്ടിൽ ഇരുന്ന പോരെ? അത് പറ്റില്ല. ഓക്കെ. ഹർഷമൻ എന്താണ് കഴിക്കുന്നത്? ഞാൻ കഴിക്കുന്ന BBQ അൽഫാം മന്തി. പക്ഷെ അന്നമോന്റെ തനി സ്വഭാവം അന്നമോൻ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. കണ്ടവന്റെ പ്ലേറ്റ് ചെയ്ത് എടുത്ത് തിന്നാം. സ്വന്തം ഓർഡർ ചെയ്ത സാധനം തിന്ന ചരിത്രമില്ല. എല്ലാം വേണം, എല്ലാം ഓർഡർ ചെയ്യണം. സ്വന്തമായിട്ട് ഓർഡർ ചെയ്യണ സാധനം ജന്മത്തിൽ കഴിക്കത്തില്ല. അത് അപ്പുറത്തെ കയ്യിൽ കൊടുക്കും. സാധാരണ ഇതേ ഞാനാണ് ആവാറ്. പിന്നെ അനന്തമുണ്ട്, അതുകൊണ്ട് അവന് പിന്നെ കിട്ടുപോയി. ആയിരുന്നു അല്ലേ? അതെ, ഞാനും പറഞ്ഞു എനിക്ക് അതെന്താന്ന് അറിയില്ല. എനിക്ക് എന്റെ പാത്രത്തിൽ ഇഷ്ടമില്ല. എനിക്ക് എപ്പോഴും അപ്പുറത്തോന്റെ പാത്രത്തിൽ നിന്ന് അതെടുത്തിട്ട് ഞാനിത് സ്വിച്ച് ചെയ്യും. എന്താണെന്ന് എനിക്കറിയില്ല. താങ്ക് യു അനന്തി. വെൽക്കം. നന്ദിയുണ്ട്. സക്സസ്ഫുള്ളി വി ടുക്ക് ദി ഷവർ. ക്രീമൊക്കെ തേച്ച് ഇനി നമുക്ക് മുടിയൊക്കെ കെട്ടി സെറ്റപ്പ് ആവാം. ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് ബ്രഷ് ചെയ്യാൻ മറന്നുപോയി എന്ന് ഞാൻ ഓർക്കുന്നു. ഇനി ഈ മുടി ഊരിക്കഴിഞ്ഞാൽ ഹർഷയാണെങ്കിൽ ഇത് കെട്ടി തന്നെ. അത്രയും വൃത്തിക്ക് എനിക്ക് കെട്ടാൻ അറിയില്ലെങ്കിലും നമുക്കൊന്ന് മുടി കെട്ടാം. ആൻഡ് എനിവേ ഐ ഫീൽ സോ മച്ച് ബെറ്റർ ടുഡേ. എനിക്ക് ഇപ്പോൾ സ്പെക്സ് ഇല്ലെങ്കിലും ഇത്രയും പ്രകാശവും സ്റ്റിൽ മൈ ഐസ് ആർ ഗെറ്റിംഗ് ഹീൽഡ്. ഒരു ബ്ലറി വിഷൻ ആണ്. ബട്ട് സ്റ്റിൽ ഐ എം സോ ഹാപ്പി. ഐ ഡോണ്ട് നോ എന്തുകൊണ്ടാണ് ഇത്ര ഹാപ്പി എന്നുള്ളത്. ഭയങ്കര എന്താ പറയുക, എൻ്റെ ഐസ് വെച്ചിട്ട് എനിക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് ഈ മയോപ്പിയ ഓർ ഷോർട്ട് സൈറ്റ്നെസ് ഉള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിവേ നമുക്കിനി നമ്മുടെ സപ്ലിമെന്റ്സ് കഴിക്കാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു മിസ്റ്റ് ഉണ്ട്. അപ്പം നമ്മുടെ ഹെയർ മിസ്റ്റും ബോഡി മിസ്റ്റും ഒക്കെയാണ്. അപ്പോൾ ഞാൻ മുടി കുളിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ആയതുകൊണ്ട് ജസ്റ്റ് ഓ മൈ ഗോഡ് ഐ എം ജസ്റ്റ് അപ്ലൈയിങ്. ആവശ്യമില്ലാത്ത വലിയ വലിയ ബന്ധങ്ങളിലോട്ട് നമ്മൾ പോകാറായിട്ടില്ല. ഓക്കെ, സോ ഐ എം ജസ്റ്റ് അപ്ലൈയിങ്. ഇനിയിപ്പോൾ വീട്ടിൽ സ്പെക്സ് വെച്ചില്ലെങ്കിലും അത്ര കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൊടി ഒന്ന് അടിക്കാൻ കുറച്ച് സൂക്ഷിച്ചാൽ മതി എന്ന്. ബട്ട് 3 ഡേയ്സിലായിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഒരു 2 ദിവസം കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇവളെന്തിനാണ് ഈ ഓവറാക്കണേ എന്നുള്ളത്. അതായത് പല ഇതിൻ്റെ കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതായത് നാടൻ കന്നി പെണ്ണേ. ഓക്കെ, നമ്മുടെ മുടി വെട്ടിലൊക്കെ ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ലെങ്കിലും സ്റ്റിൽ ബെറ്റർ. എൻ്റെ മുടി എന്തോരം കൊഴിയുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്കതിൻ്റെ അറിയില്ല. അത്രയധികം മുടി ഹെയർ ഫോൾ ഉണ്ട്.
ആസ് യൂഷ്വൽ ഞാൻ എല്ലാത്തിനുള്ള ടാബ്ലറ്റ്സ്, ഇത് മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ്, ഇത് omega-3, ഇത് വൈറ്റമിൻ ഡി. അപ്പം ഞാൻ എല്ലാ സപ്ലിമെൻറ്റ്സും എടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ട്യൂബ് പോലത്തെ ഒരു സാധനം ഉണ്ട്. This is a tube. So this is gel, as you all see. അത് നമ്മൾ കണ്ണിൻ്റെ അകത്ത് ഇങ്ങനെ തേക്കണം. എനിക്ക് തോന്നുന്നു അത് പാട കെട്ടാതിരിക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് എനിക്ക് പണ്ടെപ്പോഴും ഒരു ഐ ഇൻഫെക്ഷൻ, ഭയങ്കര കുറച്ച് സിവിയർ ആയിട്ടുള്ള ഒരു ഐ ഇൻഫെക്ഷൻ വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം തന്നു, ജെല്ല്. പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നായിരുന്നു അന്ന് പറഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം എന്തായാലും അങ്ങനത്തെ ഒരു സാധനം കൂടെ നമ്മൾ ചെയ്തു. ദിസ് ഇസ് എ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്. നമുക്ക് ടാബ്ലറ്റ്സ് എല്ലാം എടുത്തു, ഐ ഡ്രോപ്സ് എല്ലാം ചെയ്തു, എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉറങ്ങാൻ പോകുമ്പോൾ നമ്മളിത് ചെയ്യാം. അപ്പോൾ നമുക്കിനി സ്പ്രേ ചെയ്യാം, എന്നിട്ട് ഉറങ്ങാം സമാധാനമായിട്ട്. അപ്പോൾ ഡേ 3 കഴിഞ്ഞു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എനിക്ക് കണ്ണുകളായില്ലല്ലോ. ഐ കനോട്ട് ഓപ്പൺ മൈ ഐസ്. ഇത് എത്ര ഡേ? 5. നീ ഡേ 5 എത്തിയിട്ടുണ്ടാവുള്ളൂ. ഡേ 7 എക്സാക്ട്ലി 8. ഇന്ന് സൺഡേ ആയില്ലേ? 8. ദിസ് ഇസ് ഡേ 8. ഡേ 8 ആയിപ്പോ കറക്റ്റ് 1 വീക്കില് എനിക്ക് അത്യാവശ്യം നല്ലപോലെ കാണാൻ പറ്റി. ഞാൻ ഭയങ്കരമായിട്ട് സങ്കടത്തിലായിരുന്നു ഇന്ന് രാവിലെ വരെ. അതായത് 1 വീക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആയിട്ടും എനിക്ക്, അതായത് സബ് ടൈറ്റിൽസ് ഒക്കെ ഇവിടെ നിന്ന് നമ്മൾ ടിവിയുടെ ഡിസ്റ്റൻസിൽ സബ് ടൈറ്റിൽസ് നോക്കുമ്പോൾ എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു കത്തിക്കലൊക്കെ കഴിഞ്ഞു. ബിക്കോസ് എല്ലാവർക്കും ഒരു 1 വീക്കിലൊക്കെ വരേണ്ടതാണ്. പക്ഷെ ട്രാൻസ്പിയർക്കയിൽ കുറച്ചും കൂടി സമയം എടുക്കും. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഡോക്ടർക്ക് മെസ്സേജ് അയച്ചു, എനിക്ക് വന്നിട്ടില്ല, കാഴ്ച വന്നില്ല, എന്താ ചെയ്യുന്നത്. അപ്പം ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞ മെസ്സേജ്. അപ്പോൾ എന്നോട് പറയുന്നത് നാളെ വേണമെങ്കിൽ ക്ലിനിക്ക് പോകാൻ, അല്ലെങ്കിൽ ഒരു 2 വീക്സും കൂടി സമയം കൊടുക്കുക, അത് ഇത്ര ടൈം എടുക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം തീർന്നു, മേ ബി എനിക്ക് കണ്ണട ഒന്നും കൂടി യൂസ് ചെയ്യേണ്ടി വരും. എനിക്ക് കാഴ്ച അത്യാവശ്യം കിട്ടി, ബട്ട് സ്റ്റിൽ ഒത്തിരിയും കൂടി ഞാൻ പ്രതീക്ഷിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഇവിടെ വന്ന് ഞാനിങ്ങനെ ടി വി ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് എല്ലാം ക്ലിയർലി വായിക്കാം, ഭയങ്കര ക്ലിയർ ആയിട്ട്. എനിക്ക് അങ്ങനെ ഒരു ബ്ലർനെസ് ഇല്ലാതെ എനിക്കെല്ലാം വായിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. മേ ബി ഇനി കുറച്ചും കൂടി വരുമായിരിക്കാം, അറിയത്തില്ല. അതൊക്കെ ഒരു അത്യാഗ്രഹം. റിയലി 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 ഹാപ്പി. ഇപ്പൊ ദേ അവർ കാണിച്ചു കൊടുക്കട്ടെ. ആ ടിവിയിൽ ആ താഴത്തെ സബ് ടൈറ്റിൽസ് ഒക്കെ വൈകി How about we go, Agoya? Yeah. Well, how many days will it take? Yay! ഇതിന്റെ ഇത് വായിക്കും. ഇത് വേണ്ട, വേറെ വല്ല വേണം. പ്രൊമോഷൻ വരിക. ഞാൻ ഇക്കിഗായുടെ ബുക്ക് വായിക്കാം. വേണ്ട, ഇത് ഇങ്ങനെ ഇതാക്കി പിടിച്ചാൽ മതി. എന്താ വായിക്കണ്ടേ? അതിന്റെ For complaints, queries or feedback, contact our ഡിസ്റ്റൻസ് For complaints, queries and feedback, contact our customer care executive at our marketed by address. ചെറിയത് ഒന്നും വായിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ ഇക്കിഗായുടെ ബുക്കിലാണ് ഞാൻ എന്റെ കാഴ്ച. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഓരോ ഡേയിലും ഇത് വായിക്കും, അന്ന് എനിക്ക് ഇത് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഡേയിലും. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കുഞ്ഞിത് വായിക്കാൻ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ്. ഇതെനിക്ക് വായിക്കാനേ പറ്റാറുണ്ടായിരുന്നില്ല. ഇത് കിട്ടി. ഇത് എനിക്കിപ്പോ വായിക്കാം. ഇതിനകത്ത് വായിക്കുന്നതാണ്. ഇത് വരെ മതിയാ. ഒറിജിനലി പബ്ലിഷ്ഡ് ഇൻ സ്പാനിഷ് ആസ് ഇക്കിഗൈ. പിന്നെ എന്തൊക്കെയോ ഫ്രഞ്ചിലേക്ക് വെച്ചു. അല്ല, എനിക്ക് തോന്നുന്നത് ഫ്രഞ്ച് അല്ലേ? അത് ഫ്രഞ്ചാ. സോറി, ഫ്രഞ്ച് നമുക്ക് അല്ല. ഇതിപ്പോ ഇവിടെ നോക്കണ നിങ്ങൾ വിചാരിക്കും ഇവക്ക് ഫ്രഞ്ചാന്ന്. ഇവക്ക് അറിയൊന്നുമില്ല. അല്ല, എന്താണ് വായിക്കാൻ പോണത്? എനിക്കറിയില്ല. അത് ഫ്രഞ്ചാ. അപ്പൊ ഗൈസ്, എനിക്ക് എന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഐ എം റിയലി റിയലി ഹാപ്പി. അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽ വേർഷനോട് കുറെ പേര് ചോദിച്ചിരുന്നു. കുറെ പേര് ഇപ്പൊ മെസ്സേജ് ചോദിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് ട്രീറ്റ്മെന്റ്, ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്നൊക്കെ. അപ്പൊ അതൊക്കെ സ്പാനിഷ് കുഴപ്പമില്ല. നീ ഒന്നും മിണ്ടാണ്ട് ഇറങ്ങി പോ. വായിക്കാന്നല്ല, സ്പാനിഷ് വരെ ഞാൻ വായിച്ചു. അതാണ് എന്റെ കണ്ണിന്റെ സ്പാനിഷ് വരെ പഠിച്ചു. അതാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാൻ പറ്റും. അപ്പൊ എനിവേ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വേർഷൻസ് ഞാൻ പറയാം. പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ, ഇന്നലെ കുളിച്ചപ്പോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വേദന, ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ എനിവേ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് കാഴ്ച കിട്ടി. വണ്ടർഫുൾ. അത്
എന്റെ ഫീലിങ്സ് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ എന്റെ കുറച്ചും കൂടി സമയം എടുത്ത്, ഒരു വീക്ക് എടുത്ത് എനിക്ക് ഈ കാഴ്ച കിട്ടാനായിട്ട്. സ്മൈലൊക്കെ ചെയ്തവർക്ക് പെട്ടെന്ന് സർജറി കഴിയും കാഴ്ച കിട്ടലൊക്കെ ഒന്നിച്ചായിരിക്കും. അപ്പൊ അതെ, സ്മൈൽ ചെയ്ത 2 ദിവസമൊക്കെ മാക്സിമം മതി അവർക്ക് ഫുള്ള് പവർ കിട്ടാൻ. എന്റെ 1 വീക്ക് എടുത്തു. അപ്പൊ എനിക്കൊരു ഗ്രാജുവൽ റിയലൈസേഷൻ അറിഞ്ഞു എനിക്ക് കാഴ്ച കിട്ടും അങ്ങനെ. ബട്ട് സ്റ്റിൽ ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ എന്റെ മനസ്സിൽ ഞാൻ ലെൻസ് വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. എനിക്ക് ഇപ്പോഴും ഞാൻ കുളിച്ചപ്പോ എന്റെ മനസ്സിൽ ഞാൻ ലെൻസ് വെച്ചിട്ടാണ് ഉറങ്ങണേ. അങ്ങനെ എനിക്കൊരു ഫീലാണ് ഞാൻ കുളിക്കുന്നത്. ഞാൻ ഇപ്പൊ ഇരിക്കുമ്പോ അത് ഇവർക്ക് അറിയില്ലായിരിക്കും, കാരണം ഇവർക്ക് കാഴ്ച എല്ലാവരാണ്. പക്ഷെ ഇവിടെ അറിയില്ല. പക്ഷെ ലെൻസ് യൂസ് ചെയ്യാറില്ല. എനിക്കെന്ന് പറഞ്ഞാൽ കാഴ്ച ഇല്ലാത്തവർക്കാണ് ശരിക്കും ആ ഒരു ഫീൽ ഉണ്ടാവാം. എനിക്ക് ഞാൻ ലെൻസ് വെച്ചാൽ എനിക്ക് ഇതൊക്കെ കാണാൻ പറ്റും. അപ്പൊ എന്റെ മനസ്സിൽ ലെൻസ് ഊരാനുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ലെൻസും കണ്ണടയൊക്കെ ഒഴിവാക്കിയാലും ഭയങ്കര ഒരു പ്രകാശം, അല്ലെ ഭയങ്കര ഒരു ക്ലാരിറ്റി വന്ന പോലെ, വിഷന് ഭയങ്കര ഒരു ക്ലാരിറ്റി വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഭയങ്കര ലൈറ്റ്. അത് മേ ബി ഇത്ര അടച്ചു പൂട്ടി ഇരുന്നോണ്ടാണെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഒരു ക്ലാരിറ്റി തോന്നുന്നുണ്ട്. സോ എനിവേ എനിക്ക് ഇത്രയും ദിവസം എടുത്തിട്ട് എന്റെ കാഴ്ച കിട്ടിയിരിക്കുകയാണ്. 8th ഡേയില് ഓൾമോസ്റ്റ് എവറിത്തിങ് ക്ലിയർ ആയിട്ട് കാണാം. ഡൈവ് ചെയ്യാനായിട്ട് 1 month ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ടർഫ്ലൈ ഒക്കെ ഒരു 1 monthന് ശേഷം. മാത്രല്ല ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇനി വെറുതെ ഇരിക്കാൻ പറ്റും. അതല്ല, ഇനിയിപ്പം എന്തൊക്കെ മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ അതായത് ഇപ്പൊ ഇന്നലെ ഞാൻ കുളിച്ചു. അപ്പൊ അടുത്ത കട്ട അത് ഓഫാക്കിക്കോ. അതിന്റെ സൗണ്ടിന്റെ കാര്യം അപ്പൊ വേഗം ഓഫ്. ഇന്നലെ ഞാൻ കുളിച്ചു. കണ്ണില് ഞാൻ അതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തില്ല. കണ്ണില് പോയപ്പോ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഇപ്പൊ എനിക്കൊരു യൂഷ്വൽ എന്റെ ഐ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഐയിൽ എന്തെങ്കിലും ഉള്ള പോലെ ഒരു ഫീലിങ്സ് ഇല്ല. ഇത്രയും നാള് ഇന്ന് രാവിലെ വരെ എനിക്ക് കണ്ണിൽ എന്തോ സർജറി ചെയ്ത ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പൊ എനിക്ക് അത്രയും ഇല്ല. കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. കണ്ണിൽ എന്തോ ചെയ്തിട്ടുണ്ടെന്നുള്ളത് കുറവാണ്. ബട്ട് സ്റ്റിൽ മുഖം കഴുകുമ്പോൾ ഞാൻ ഇത്തിരി കെയർഫുൾ ആണ്. ബിക്കോസ് എനിക്കറിയാം പെയിൻ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ ഞാൻ ഡയറക്റ്റ്ലി അങ്ങനെ കണ്ണിലോട്ടൊന്നും ഒഴിക്കില്ല. ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഇനി ഐ മേക്കപ്പ് കുഴപ്പമില്ല. അപ്പൊ ഞാൻ നാളെയോ മറ്റന്നാളോ മുതലൊക്കെ ഐ മേക്കപ്പ് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ ഡൈവ് ചെയ്യാനും പൂളിലിറങ്ങാനൊന്നും പറ്റത്തില്ല. ഒരു 1 month ഒക്കെ വെയിറ്റ് ചെയ്യണം. പക്ഷെ പോയിന്റ് നമ്മളിങ്ങനെ ഡൈവ് ചെയ്യുമ്പോൾ മുന്നേ സ്വിമ്മിംഗ് പൂളിന്റെ അടിയിൽ പോകുമ്പോൾ നമുക്കങ്ങനെ അത്ര കാണാൻ പറ്റില്ലായിരുന്നു. ഇന്ന് കാണാൻ പറ്റുന്ന വിചാരിക്കും, അറിയില്ല. ഞാൻ കാണാൻ പറ്റത്തില്ല, കാണാൻ പറ്റില്ലായിരിക്കും. പക്ഷെ മറ്റത് ഇപ്പൊ അത്രയും ക്ലിയർ ആയിട്ടുള്ള വാട്ടറിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ നോക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്ന അത്രയും വിഷ്വൽ അത്രയും ക്ലാരിറ്റി എനിക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും. നിനക്ക് കണ്ടില്ലല്ലോ. അവനുമുണ്ട് പവറ്. അപ്പോ എനിവേ സോ ഐ എം സോ ഹാപ്പി. ആൻഡ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് അത് എവിടെ നിന്നാ ചെയ്ത്, എങ്ങനെ ചെയ്ത്, എത്ര കോസ്റ്റ്, ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പിന്നെ ചെയ്യാൻ പേടിച്ചിരിക്കുന്നവരോടൊക്കെ എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ചെയ്യണം, ധൈര്യമായിട്ട് പോയി ചെയ്യണം. വീഡിയോ കാണുമ്പോൾ നമുക്ക് പേടിയോ ഇതാണോ സർജറി, വീഡിയോ കാണാതിരിക്കുക. നോട്ട് ദ പോയിന്റ്. ഞാൻ വീഡിയോ കാണാതെയാണ് പോയത്. അതായത് ഈ സർജറി എങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പേടിയോ. കാണിക്കാൻ ശ്രമിച്ചു പക്ഷെ കണ്ടില്ല. ഇവര് തന്നെ കുറെ ട്രൈ ചെയ്തു, പക്ഷെ ഞാനത് സമ്മതിച്ചില്ല. പ്രത്യേകിച്ച് ആ സിനിമയുടെ പേരെന്താ, ഫൈനൽ ഡെസ്റ്റിനേഷനിൽ ഒരു സീൻ ഉണ്ട്. ഒരു പെണ്ണ് സർജറിക്ക്, ഐ സർജറിക്ക് കിടക്കുമ്പോ ഉള്ള ഒരു സീനുണ്ട്. അവള് ചാവോ, അവളുടെ കണ്ണൊക്കെ ഇങ്ങനെ പറഞ്ഞു പോരുന്നൊരു സീനുണ്ട്. ഞാനിപ്പോ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാൻ ടെൻഡൻസി ഉണ്ടാവും. ബട്ട് സ്റ്റിൽ സർജറി ചെയ്യാൻ പോകുന്ന ആൾക്കാർ ദയവ് ചെയ്തത് കാണരുത്. ഞാൻ അതിന് ശേഷമാണ് ഇത് കണ്ടത്. അപ്പൊ എനിക്ക് വലിയ കുഴപ്പമില്ല. ഇത് കണ്ടിട്ട് പോവാണെങ്കിൽ തീർന്നു. പിന്നെ അവർ ആൻസൈറ്റിക്കുള്ള പില്ലൊക്കെ തരും മുന്ന്. അപ്പോൾ കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ കാണാതെ പോവാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വെറീസ് ഒന്നും ഇല്ലാണ്ട് തിരിച്ചു വരാം. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ എം റിയലി ഹാപ്പി. അപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ എല്ലാവരോടും ഞാൻ പറയും ചെയ്യണം. കാരണം അത്ര സന്തോഷമുണ്ട് എനിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.